യെസ്, ഓക്കെ. സോ നമ്മള് വളരെ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. 2025 പകുതിയിൽ വന്ന് നിൽക്കാണ്. എങ്ങനെയാണ് 2025 കഴിഞ്ഞത് എന്നുള്ളതിനകത്ത് യാതൊരു പിടുത്തമില്ല അല്ലെ. എത്രയും പെട്ടെന്നാണ് 2025 തുടങ്ങിയുള്ളൂ, അപ്പോഴത്തേക്കും ഇതാ 2025 ജൂൺ മാസത്തിലേക്ക് എത്തി നിൽക്കുന്നു അല്ലെ. ഇതൊക്കെ പെട്ടെന്നാണ് പോകുന്നത്. സമയം കടന്നു പോകുന്നത് വളരെ പെട്ടെന്നാണ്. നമ്മുടെ പ്രായവും അങ്ങനെ തന്നെയാണ് അല്ലെ, നമ്മുടെ ഏജും അങ്ങനെ തന്നെയാണ്. കണ്ണടച്ചു തുറക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം തട്ടിമാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞേക്കാം, നമ്മുടെ ഈ ഒരു PSC എന്ന് പറയുന്ന ഉദ്യോഗം, PSC ഉദ്യോഗാർത്ഥിയായിരിക്കുക എന്നുള്ളത് ഒരു പഞ്ചവത്സര പദ്ധതി പോലെ 4, 5, 6 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രയത്നമാക്കി മാറ്റാതെ എത്രയും പെട്ടെന്ന് ഇനി വരുന്ന പരീക്ഷ ഏതാണോ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതാദ്യമേ ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? തുടർന്നുകൊണ്ടിരിക്കുക. കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ മാറ്റിവെക്കുക. ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു വർഷക്കാലത്തിനകത്ത് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനകത്ത് ആദ്യമായി PSC പഠിക്കുന്നവരുണ്ടാവാം. ഓൾറെഡി വർഷങ്ങളായി പഠിച്ച് എന്തോ ഒരു മാറ്റം കൊണ്ടുവരേണ്ട അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് വന്നവരുണ്ടായിരിക്കാം അല്ലെ. അല്ലെങ്കിൽ ജസ്റ്റ് തുടങ്ങി 2-3 എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്ന് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം അല്ലെ. പല സ്ട്രീമുകളിലുള്ളവരുണ്ടാവാം അല്ലെ. ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരുണ്ടാവാം അല്ലെ, പിന്നെ എന്താണ് ഡിഗ്രി കഴിഞ്ഞവരാവാം, PG കഴിഞ്ഞവരാവാം, +2 കഴിഞ്ഞവരാവാം, 10th കഴിഞ്ഞവരാവാം അല്ലെ, ഡിഗ്രി പാസ്സാവാത്തവരാവാം, കുറെ സപ്ലികളുള്ളവരാവാം. ഇതൊന്നും നെവർ മാറ്റേഴ്സ്. ഇതൊന്നും ഒരു മാറ്ററേ അല്ല. നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അതിലാണ് പ്രസക്തി. നിങ്ങൾ എത്രത്തോളം പ്രയത്നിക്കാൻ തയ്യാറാണോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു സിനിമ കാണുന്ന ആ ഒരു ലാഘവത്തോടു കൂടി എന്ത് ചെയ്യുക? ഇനി വരുന്ന കുറച്ച് സമയം എനിക്ക് വേണ്ടി തരിക. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ചിന്തയോടുകൂടി തന്നെ വളരെ സ്മൈലി ഫേസസ് ആയി ഇരുന്നു കൊണ്ട് ഈ ഒരു സെഷനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടായിരിക്കും. ലാസ്റ്റ് നിങ്ങളുടെ എല്ലാവരും ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. സോ ഈ ഒരു 1 hour, ഒരു 1 or 1.5 hours എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ആയിരിക്കും. നിർബന്ധമായിട്ട് നിങ്ങൾ അവസാനം വരെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലെ? സോ നമുക്ക് PSC കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്ലാസ് ഞാൻ ഈ സെഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കുറെ അവിടെ തംസപ്പ് ഇടാനുള്ള സ്മൈലീസ് ഒക്കെ ഉണ്ടാവില്ല ഇല്ലേ? നിങ്ങളുടെ കയ്യിലില്ലേ? അടുത്ത നിങ്ങളുടെ ഫോണിനകത്തോ നിങ്ങളുടെ ലാപ്പിലോ എവിടെയാണോ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തംസപ്പ് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. കുറെ ഇമോജീസ് ഉണ്ടാവും അല്ലെ. തംസപ്പ് ഇടാം, ചിരിക്കുന്ന സിമ്പിൾ ഇടാം അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതെല്ലാം ലവ് ചിഹ്നം ഇടാം അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഒരു ഇന്ററാക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാം. യെസ്, സോ വെൽക്കം ടു അഡ്ഹോക് ലേണിംഗ്. നമ്മൾ 2026 എക്സാംസിന്റെ PSC ഓറിയന്റേഷൻ സെഷനാണ് നടത്തുന്നത്. കേരള PSC നടത്തുന്ന എക്സാമുകളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കുറച്ച് സമയം നമുക്ക് ആ രീതിയിൽ ചിലവഴിക്കാം. ഓക്കെ അല്ലേ? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് PSC? കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് PSC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ PSC പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ യൂണിയനും ഉണ്ട്, സ്റ്റേറ്റുകൾക്കും ഉണ്ട് അല്ലെ. യൂണിയനുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ UPSC എന്ന് വിളിക്കും. UPSC കുറെ എക്സാമുകൾ നടത്തുന്നുണ്ട്, നിങ്ങൾക്കറിയാം. സിവിൽ സർവീസ് എക്സാമുകൾ അല്ലെ, പിന്നെ ഒരുപാട് എക്സാമുകൾ, CDS, NDA, അങ്ങനെ ഒരുപാട് എക്സാമുകൾ എവിടെ നടക്കുന്നുണ്ട്? UPSC സെൻട്രൽ ലെവലിൽ നടത്തുന്നുണ്ട്. അതേപോലെ ഓരോ സ്റ്റേറ്റുകൾക്കും ഇത്തരത്തിൽ ഗവൺമെന്റ് സർവീസുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷകൾ നടത്തുന്നതിനും അപ്പോയിന്റ്മെന്റിന്റേതായിട്ടുള്ള എല്ലാ പ്രക്രിയകളും നടത്തുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു കമ്മീഷനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റിൽ നിന്നുണ്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. PSC ത്രൂ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗവൺമെന്റ് ജോലി കിട്ടും അല്ലെ. വളരെ സെക്യൂർ ആയിട്ടുള്ള, എല്ലാവർക്കും സെക്യൂർഡ് ആണ് എന്ന് അറിയപ്പെടുന്ന ഒരു ജോലി അല്ലെ. സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം, ഒരുപാട് അലവൻസുകളും മറ്റു കാര്യങ്ങളും, ഒരുപാട് പ്രിവിലേജസ്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഗവൺമെന്റ് ജോലിയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അഭിമാനം അല്ലെ.
ആ ഒരു ID കാർഡ് ഇട്ടുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ആ ID കാർഡിന് ഉണ്ടാവുന്ന ഒരു വാല്യൂ ശരിയല്ലേ? നമ്മുടെ അഡ്വൈസിന്റെ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെ? നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മളെ വളർത്തിയവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈവൻ ഇതിനേക്കാളെല്ലാം ഉപരി നമുക്ക് സ്വയം ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ടുള്ള നമ്മളോടുള്ള സ്നേഹവും സന്തോഷവും എല്ലാം ലഭിക്കുന്ന ഒരു സംഭവമാണ് കേരള PSC എന്ന് പറയുന്നത്. അപ്പോ PSCക്ക് അകത്ത് നമുക്ക് എന്തെല്ലാം ജോലികളുണ്ട് എന്ന് ചോദിച്ചാൽ എന്തെല്ലാം പരീക്ഷകളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. PSC എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ സ്ലൈഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഇട്ട് നോക്കോളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണെങ്കിൽ ഞാൻ അവസാന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, അത് പറഞ്ഞു തരാം. അല്ല പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം, തീർത്ത് തരാം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഏതെല്ലാം പരീക്ഷകളുണ്ട്? PSC നടത്തുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ പല സ്റ്റേജസ് ആണ്. ഡിഗ്രി ലെവൽ ഉണ്ട്. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾ ഉണ്ട്. അത് ഏതെല്ലാം എക്സാമുകളാണ് ഇതിന്റെ താഴെ നമുക്ക് നോക്കി പോവാം. ജസ്റ്റ് +2 ലെവൽ എക്സാമുകൾ ഉണ്ട്. +2 പാസ്സായവർക്ക് +2 ലെവൽ എക്സാമുകൾ എഴുതാം. 10th ലെവലിൽ കുറെ എക്സാമുകൾ ഉണ്ട്, അത് വിളിക്കുന്നുണ്ട്, അതിന് നമുക്ക് എക്സാം എഴുതാം. അതേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് എക്സാംസ് വേറെ ഉണ്ട്. ഈ 10th ഉം +2 ഡിഗ്രി ഉള്ള കോമൺ ആയിട്ടുള്ള എക്സാംസ് അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റാത്ത എന്ന് ഉദ്ദേശിച്ചത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. BTech വേണം, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് ചെയ്യാം, ലീഗൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ചെയ്യാം. അത്തരം തസ്തികളുടെ പ്രത്യേകത എന്താ? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ ആ എക്സാമുകൾ എഴുതാൻ പറ്റുള്ളൂ. LPSA, UPSA, HSA അങ്ങനെ കുറെ എക്സാംസ് ഉണ്ട്. അതാണ് അതേഴ്സ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അതിലേക്കല്ല നമ്മൾ അധികം ഫോക്കസ് ചെയ്യുന്നത്. കൂടുതലും ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? ജനറൽ PSC കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ലെവൽ എക്സാമുകൾ, +2 ലെവൽ എക്സാമുകൾ, 10th ലെവൽ എക്സാമുകൾ. ഓക്കെ അല്ലേ? നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകളിലേക്ക് കിടക്കാം. 2026 വിളിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കകത്ത് അസിസ്റ്റന്റ് തസ്തികകളിൽ ഇരിക്കുന്ന വളരെ വലിയൊരു പോസ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ 2026 തന്നെ വിളിക്കാൻ പോകുന്ന മറ്റൊരു 2025 അവസാന നോട്ടിഫിക്കേഷൻ വന്ന് 2026 എക്സാം നടക്കാൻ പോകുന്ന മറ്റൊരു എക്സാമാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്. ഓക്കെ, അപ്പോ അതിന്റെ ഏജും കൂടിയാണ് കേട്ടോ ഞാൻ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയുള്ളവർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ അതിനോടൊപ്പം തന്നെ ചേർത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല കമ്പനീസ് ഉണ്ട്, ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. അത്തരം കമ്പനികൾ ഫോർ എക്സാമ്പിൾ KSFE ആവാം, KSCB ആയിരിക്കാം അല്ലെ, അത്തരത്തില് മലബാർ സിമന്റ്സ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, കോർപ്പറേഷൻസ് ഉണ്ട്, ബോർഡുകളുണ്ട്. അത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, അത്തരം കമ്പനികളിലേക്കും ബോർഡുകളിലേക്കും കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് നിയമനമാണ് എന്തെന്ന് ഉദ്ദേശിച്ചത്? കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത FBCID അസിസ്റ്റന്റ്. നിങ്ങൾ പലരും ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ അപ്ലൈ ഉള്ള ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഈ വർഷത്തെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. June 4 ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ എക്സാമും അടുത്ത വർഷം തന്നെയാണ് നടക്കാൻ പോകുന്നത്. SBCID എന്ന് പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് CIDയിലെ അസിസ്റ്റന്റ്. അത് യൂണിഫോംഡ് തസ്തിക അല്ല. SBCID എന്ന് പറയുന്നത് യൂണിഫോംഡ് തസ്തികയാണ്. പക്ഷെ അതിന്റെ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് SBCID അസിസ്റ്റന്റ്. ക്ലറിക്കൽ ജോബ് തന്നെയാണ്. പിന്നെ ഒന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെ, നമ്മൾ പല സിനിമകളിലായിട്ട് കാണുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SI അല്ലെ. SI എന്ന് പറയുന്ന തസ്തിക. മറ്റൊന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തിക. അതും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അതേപോലെ തന്നെ 2 സ്റ്റാറൊക്കെ വെച്ച് നടക്കുന്ന എന്താണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ റാങ്ക് ആണ് എക്സൈസ് ഇൻസ്പെക്ടർ. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഓൾറെഡി ഈ അടുത്ത 2025 എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻസ് അധികം വൈകാതെ വരും. അപ്പോ പ്രിലിംസ് മെയിൻസ് എന്നല്ല ഞാൻ പറയുന്നുണ്ട് അല്ലെ, അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇത്തരത്തിലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഉണ്ട്. ദെൻ അതിന്റെ ഏജ് എല്ലാം ഞാൻ സൈഡിൽ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ദെൻ മറ്റൊന്നാണ് +2 ലെവൽ എക്സാമുകൾ. +2 ലെവൽ എക്സാമുകൾ കൂടുതലായിട്ടും വരുന്നത് ഈ യൂണിഫോംഡ് തസ്തികകൾ തന്നെയാണ്. പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഏജ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് പോവാം. 18 to 30 ആണ് കേട്ടോ. 19 to 30 ആണ് കേട്ടോ. 19 to 30 ആണ് ഏജ് ക്രൈറ്റീരിയ വരുന്നത്. 19 to 30, 19 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ബീറ്റ് ഫോറസ്റ്റ് എക്സാം എഴുതാം. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയുണ്ട്. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ സിവിൽ പോലീസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അങ്ങനെയുള്ള തസ്തികകളാണ് +2 ലെവൽ എക്സാമുകളായിട്ട് പറയുന്നത്. അടുത്തത് 10th ലെവൽ എക്സാമുകളാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, LDC അല്ലെ. LDC എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബെവ്കോ LDC. ബെവ്കോ എന്ന് പറയുന്നത് ബീവറേജസ് കോർപ്പറേഷനിലെ LDC. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ,
അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഓഫീസ് അറ്റൻഡന്റ്, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് 10th ലെവൽ അല്ല, 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. പക്ഷെ എങ്കിലും 10th ലെവൽ എക്സാമുകളുടെ കൂടിയാണ് സാധാരണയായിട്ട് LGS എന്നുള്ള അതിന്റെ ഷോർട്ട് ഫോം, LGS എക്സാമിന് നമ്മൾ അറിയപ്പെടാറുള്ളത്. സോ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, ഇതൊക്കെയാണ് 10th ലെവൽ എക്സാമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കൂടാതെയാണ് അതേഴ്സ് എന്ന് പറയുന്ന നിലവാരത്തിൽ ഞാൻ പറഞ്ഞു LPSC ഉണ്ട്, UPSA, HSA, അങ്ങനെ ലീഗൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ ഒരുപാട് എക്സാംസ് വേറെയും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 3 ലെവൽ ഓഫ് എക്സാംസ് എന്ന് പറയുന്നത്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് നോക്കൂ, ഡിഗ്രി ലെവലിന്റെ എക്സാമുകൾക്ക് പൊതുവെ ഉള്ളൊരു സാലറിയാണ് ഇപ്പോ കണ്ടുവരുന്ന സാലറിയാണ് പറയുന്നത്. എല്ലാ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചില എക്സാമുകൾക്ക് ഉണ്ടാവാം. സോ എങ്കിലും നോക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇപ്പോഴത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് 39,300 ആണ്. 39,300 രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ടു 83,000 വരെ ഇൻക്രിമെന്റുകളെല്ലാം വന്ന് വരുമ്പോൾ 83,000 വരെ, 39,300 മുതൽ 83,000 വരെയാണ് ഇവരുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇതേ സംഭവം തന്നെ ഡിഗ്രി ലെവലിലുള്ള സബ് ഇൻസ്പെക്ടർ പോലെയുള്ള എക്സാമുകളാണെങ്കിൽ 45,600 ടു 95,600 ബേസിക് പേ എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഹൗസ് റെന്റ് അലവൻസ്, അതുപോലെ തന്നെ നമ്മുടെ DRNS അലവൻസ്, അങ്ങനെ പല അലവൻസുകളും വേറെ വരും. സോ ബേസിക് പേ ആണ്, ബേസിക് സ്കെയിൽ ആണ് ഞാൻ പറഞ്ഞത്. അതേപോലെ +2 ലെവലിലുള്ള CPO പോലുള്ള എക്സാമുകൾക്ക് 31,100 മുതൽ 66,800 ആണ് അതിന്റെ സാലറി ഇടുന്നത്. 10th ലെവൽ എക്സാമുകളായിട്ടുള്ള LDCക്ക് 26,500 മുതൽ 60,700 വരെയാണ്. LGS എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ 7th സ്റ്റാൻഡേർഡ് മതിയെന്ന്, അതിന് 23,000 മുതൽ 50,200 വരെയാണ് ബേസിക് പേ വരുന്നത്. ഓക്കെ, ഇതാണ് സ്കെയിൽ. ഓക്കെ, ഇത് പക്ഷെ ഈ അടുത്തായിട്ട് ഇനി 2026 ഇത് മാറ്റം വരും, കൂടും. കാരണം നമ്മൾ ഈ അടുത്ത് അറിഞ്ഞിട്ടുണ്ട് 2025 അധികം വൈകാതെ തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ പോവാണ് ഗവൺമെന്റ്. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്ക് മിക്കവാറും പുതിയൊരു സ്കെയിലിലേക്ക് മാറിയിട്ടുണ്ടാവാം. ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് സംഭവിച്ചേക്കാം. ഈവൻ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഈ 39,300 എന്നുള്ള ബേസിക് പേയിൽ നിന്നും 50,000 മീതെ എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിയേക്കാം. LDC 26,500 എന്നുള്ളതല്ല, ഒരു 36,000 38,000 രീതിയിലേക്ക് ഒരു ബേസിക് പേ എത്താനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. സാലറിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നത് പോലെയല്ല. അത്തരത്തിലുള്ള പ്രഷറുകളെല്ലാം ഇന്ന് എല്ലാ ജോലിക്കും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രഷർ കുറയും, ചില സ്ഥലങ്ങളിൽ പ്രഷർ കൂടും, അല്ലെ? പക്ഷെ എങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ വർക്ക് ചെയ്യുന്നതിന്റെ ജോബ് സെക്യൂരിറ്റി അല്ല ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിന് കാര്യമായിട്ടുള്ള എന്തുണ്ട്, ജോബ് സെക്യൂരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്തിനും ഏതിനും ഇവിടെ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ് അത് വേറെ തന്നെയാണ്, അത് അനുഭവിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് സാലറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുറെ വർഷങ്ങളായിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള കുറെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യമായിട്ട് എഴുതുന്നു, എക്സാം എഴുതാൻ പോകുന്നു, വീണ്ടും എക്സാം എഴുതാൻ പോകുന്നു, എല്ലാ ശനിയാഴ്ചകളിലും ബസ് പിടിച്ച് എക്സാം എഴുതാൻ പോകുന്നുണ്ട്, ഒരുപാട് എക്സാമുകൾ എഴുതുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത്രയും വർഷമായിട്ട് പഠിച്ചിട്ട് അവർക്ക് കിട്ടണില്ലല്ലോ. എന്താ എനിക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ല, ഇപ്പൊ തുടങ്ങിയിട്ട് ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്കൊക്കെ കിട്ടിയിട്ട് നമുക്ക് കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ? പിന്നെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, എക്സാം PSC നിയമനം നടക്കുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്, അല്ലെ? അങ്ങനെ ആ സാലറി ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയോ? സാലറി ജസ്റ്റ് ഒന്ന് ഞാൻ ആ സ്ലൈഡ് ഒന്ന് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബിക്ഷാതെ. ഓക്കെ, സോ അങ്ങനെയുള്ള കുറെ ന്യൂസുകൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിൽ നമ്മുടെ മുമ്പിൽ അങ്ങനെ കുറെ ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ഡിമോട്ടിവേറ്റഡ് ആവും. ഒന്നാമത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് പേര് ഡിമോട്ടിവേറ്റ് ചെയ്യാനുണ്ട്. അത് ഉറപ്പായിട്ടും ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും നമ്മുടെ ജീവിത സാഹചര്യത്തില് പലപ്പോഴും ഈ പരീക്ഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാരുടെയും കളിയാക്കലുകളും കുത്തുവാക്കുകളും എല്ലാം നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും വിജയത്തിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. ആ ജയിച്ചു വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു ആക്കം കൂട്ടാനായിട്ട് നമുക്ക് അതിനെ സാധിക്കും കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് നമുക്ക് അറിയാത്ത ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ വന്ന് ചോദിച്ച് നമുക്ക് അറിയില്ല എന്ന് കാണുമ്പോൾ, അതുപോലെ അറിയില്ല, നീ കുറെ നാളായാലോ PSC പഠിക്കുന്നു എന്നൊക്കെ ചോദിക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ടാവുന്നേ. ഒന്നും മൈൻഡ് ചെയ്യണ്ട, ഈ സൈഡിൽ കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ വിടുക, അല്ലെ? നമുക്ക് 2 ചെവി ഉണ്ട്, അല്ലെ? ആ രീതിയിൽ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് പേര്, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം കേട്ടോ, നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാർ. ഒരു കാര്യത്തിനും ഗുണമില്ല.
ഒരാള് നമുക്ക് മാസം സാലറി തരാനും പോകുന്നില്ല, നമ്മളെ നോക്കാനും പോകുന്നില്ല, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒട്ടും ബോധേടല്ലാത്ത ആൾക്കാരാ. അത്തരം ആൾക്കാര് വെറുതെ ഒരു കാര്യമില്ലാണ്ട് തേരാതര ഏതെങ്കിലും വഴി കൂടെ പോകുന്ന മറ്റേ നമ്മളെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആൾക്കാർ വരെ ചിലപ്പോൾ ചോദിക്കും, ജോലി ഒന്നും ആയില്ലേ, കുറെ നാളായിരുന്നു PSC പഠിക്കുന്നു, ഒന്നും നടന്നില്ലേ, അപ്പുറത്തെ വീട്ടിലെ ചെക്കന് കിട്ടിയല്ലോ PSC, ഇത്ര എളുപ്പമുള്ള കാര്യല്ലേ, പിന്നെ എന്താ നിനക്ക് കിട്ടാത്ത, ഇങ്ങനൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈൻഡ് ചെയ്യണ്ട. നമുക്കൊരു കാലം വരും, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, സൈലന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, ആരും ബോധ്യപ്പെടുത്താനായിട്ട് നിൽക്കണ്ട, ആർക്കും മറുപടികൾ പറയേണ്ടതില്ല. നമ്മുടെ മറുപടി എപ്പോൾ വരും? നമ്മുടെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ അപ്പോയിന്റ്മെന്റിലൂടെ വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മറുപടി എന്ന് പറയുന്നത് നമുക്ക് ജോലി ലഭിക്കുന്ന ദിവസമാണ് നമ്മുടെ എല്ലാവർക്കുമുള്ള പൊതുവായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ആർക്കും മറുപടികൾ കൊടുക്കാൻ നിൽക്കണ്ട. ഉറപ്പായിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. എന്തുകൊണ്ട് 4-5 വർഷമായിട്ടും 8 വർഷമായിട്ടും പലർക്കും ജോലി കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം അവർ പലപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ടാവില്ല, കൃത്യതയോടുകൂടിയല്ല പഠിച്ചിട്ടുള്ളത്. ഇത് പഠിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കൃത്യമായിട്ട് നോക്കാതെ പല വിധത്തിൽ എവിടെന്നെങ്കിലും കിട്ടുന്ന പല പല കാര്യങ്ങളെല്ലാം പല സോഴ്സസ് ഒന്നും എന്തൊക്കെയോ നോക്കി പഠിച്ച് എന്തൊക്കെയോ അറിയാം, കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷെ എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫിന്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ അവസാനത്തെ ഏതെങ്കിലും റാങ്ക് ലഭിക്കുകയോ ചെയ്ത് കയ്യിൽ നിന്ന് തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് സ്ഥിരമായി പഠിക്കുന്ന പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം അവർ പഠിക്കുന്ന രീതിയിൽ എന്തോ പാളിച്ചയുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റണം, അത് മാറ്റാൻ തയ്യാറായേ പറ്റൂ. മാറ്റം അനിവാര്യമാണ്, അല്ലെ? നിങ്ങൾ എല്ലാവരും മാറാനായിട്ട് എന്ത് ചെയ്യണം? തയ്യാറായേ പറ്റൂ, പഠിക്കാൻ തയ്യാറായേ പറ്റൂ. സോ സാലറിന്റെ മുൻപത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കോ? കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, LDCയുടെ 10th ലെവലിലെ പ്രായമല്ലേ ചോദിച്ചത്, 18 to 36 കേട്ടോ. ഇതിന്റെ റെക്കോർഡർ വേർഷൻ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കാണാനായിട്ട് ഇതിന്റെ റെക്കോർഡ് വേർഷൻ തരാം. ഓക്കെ, ഡോണ്ട് വറി. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോ ഇതാണ് സാലറി, ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ സിനാരിയോസ് ആൻഡ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ള പോയിന്റിലാണ് ഞാൻ ആദ്യം തന്നെ പറയേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് ബോധർ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അവർ ത്രൂ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കണം. മറ്റേ സിനിമയിൽ നീയുമ്പോൾ പറയില്ലേ, ഒറ്റയ്ക്ക് എന്താ വഴിവെട്ടി വന്നവനാടാ എന്ന് പറയില്ലേ, അതിനൊരു മധുരം വളരെ വലുത് തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് വഴിവെട്ടി വരാനായിട്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കൊന്നല്ല, നമ്മളെ പോലെ കുറെ പേര് നിങ്ങളുടെ കൂടി ഉണ്ട് കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ, സോ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ട സിലബസ് ആണ്. അത് നിങ്ങൾ PSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് എക്സാമോ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? സിലബസ് ആണ്. സിലബസ് നമ്മുടെ അഡ്ഹോക് ലേണിംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുവിധ എല്ലാ കോഴ്സിന്റെ കൂടി അതിന്റെ സിലബസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് സിലബസ് കിട്ടും. അങ്ങനെ സിലബസ് നമ്മൾ നോക്കുക, ഓരോ ടോപ്പിക്കുകൾ എടുത്ത് നോക്കുക. ആ ടോപ്പിക്കിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഞങ്ങളെ പോലുള്ളവരത് ഹെൽപ്പ് ചെയ്യും. എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് എടുത്ത് നന്നായിട്ട് വായിച്ചു നോക്കി എവിടെയാണ് മാർക്ക് കൂടുതൽ, എവിടെയാണ് കുറവ് പഠിക്കേണ്ടത്, എവിടെയാണ് കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു അനാലിസിസ് നിങ്ങൾ എന്ത് ചെയ്യണം? നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട മറ്റൊരു മെത്തേഡാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, ST പ്രായപരിധി അല്ലെ, ST പ്രായപരിധി, SC/ST പ്രായപരിധി എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുതലുണ്ട് കേട്ടോ. നോർമൽ പ്രായപരിധി ലാസ്റ്റ് ഇയർ ഏതാണോ അതിൽ നിന്ന് 3 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ OBC ആയി, അതിൽ നിന്ന് 5 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ SC/STയുടെ പ്രായപരിധിയായി കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ കമന്റുകൾ കാണുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യാം? ഇതെല്ലാം റിപ്ലൈ ചെയ്യണ്ട. ഞാൻ പറയാത്ത പല പോയിന്റുകളും നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം ഞാൻ അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും ഇരിക്കണം എന്ന് പറയുന്നത് ഇതിന്റെ മറ്റേ യൂട്യൂബിന്റെ വീഡിയോ നമ്പർ എണ്ണം കൂടാൻ വേണ്ടിയിട്ടൊന്നല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ പറയാത്ത വിട്ടുപോയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയും, എനിക്കറിയാം. അപ്പൊ അതിന്റെ കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിന്റെ ക്ലാസ്സിന്റെ അവസാനം വരെ ഇരിക്കുക എന്നുള്ളതാണ് ഈ വിജയത്തിലേക്കുള്ള ആദ്യ ചൂട്ടുപടി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അവസാനം വരെ ഇരിക്കാം. ഓക്കെ, സോ സിലബസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളതാണ്. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്ന് കിട്ടാം? അതും ഞാൻ പറഞ്ഞ 2 വഴിയിലും കിട്ടാം. PSC എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതേ സംഭവം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് രണ്ടും എടുത്ത് വെച്ചിട്ട്, ഏത് രണ്ടും? സിലബസും PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് രണ്ടും എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ. നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോൾ, ഇപ്പൊ LDC എക്സാമിന് പഠിക്കുന്ന സമയത്ത് LDCയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക.
അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഏത് കാലം വരെയുള്ളത് വേണം? 15 വർഷത്തെ വേണോ, 30 വർഷത്തെ വേണോ, എത്ര വർഷം മുമ്പത്തെ വേണം? ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുത്ത് 2020 മുതലുള്ളത് മതി, 2021 മുതലുള്ളത് മതി. കാരണം എന്താ, 2021 PSC ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നു. സിലബസുകൾ മാറി, എക്സാമിന്റെ പാറ്റേണുകൾ മാറി, എക്സാം ചോദിക്കുന്ന രീതികളെല്ലാം മാറി. ഓക്കെ, സോ 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പുതുക്കിയ മെത്തേഡിലുള്ളതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, 2021 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ബാക്കിലേക്ക് പോവാം. 2025 നടന്ന എക്സാം, 24 നടന്ന എക്സാം, 23 നടന്ന എക്സാം, അങ്ങനെ ബാക്കിലോട്ടുള്ള എക്സാമുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ 2024 കഴിഞ്ഞ വർഷത്തെ എക്സാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 2024 എന്ത് നടന്നു, LDC എക്സാം നടന്നിട്ടുണ്ട് അല്ലെ. സോ കഴിഞ്ഞ വർഷത്തെ LDC എക്സാം എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ലെവലിലെ പ്രിലിംസ് എക്സാം നടക്കുന്നുണ്ട്, അതിന്റെ എക്സാം എടുക്കുക, സിലബസ് നോക്കുക, സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സിലബസിൽ പറഞ്ഞ ഭാഗങ്ങളെ എങ്ങനെയെല്ലാമാണ് ചോദ്യ പേപ്പറിൽ വരുന്നത് എന്ന് അനലൈസ് ചെയ്യാം. എപ്പോഴും എന്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യം നിങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിലും, അത് എക്സാം എന്നല്ല, എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യം നടപ്പിലാക്കണമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാക്കുക. അല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ചിലപ്പോൾ തകർന്നു വീണേക്കാം. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും എല്ലാം തകർന്നു വീണേക്കാം. ആ തകർന്നു വീഴാത്ത തരത്തിലുള്ള പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പഠിക്കാനുള്ള സോഴ്സസ് എന്ന് പറയുന്ന റാങ്ക് ഫയൽ ഉണ്ട്. റാങ്ക് ഫയൽ എന്ന് പറയുന്നത് കട്ടിയുള്ള ബുക്കാണ്. ആ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. അപ്പൊ അത് നിങ്ങള് നമ്മുടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, പല ബുക്ക് സ്റ്റാളിലും പോയി കഴിഞ്ഞാൽ പല വോള്യൂംസ് ആയിട്ട് റാങ്ക് ഫയലുകൾ വാങ്ങാനായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുള്ള റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ലക്ഷ്യ അക്കാദമിയുടെയും അതുപോലെ ടാലന്റ് അക്കാദമിയുടെയും ഒക്കെ റാങ്ക് ഫയലുകൾ നല്ലതാണ്. അവരെനിക്ക് പൈസ തന്നിട്ടുള്ള ഞാൻ പറയുന്നത്, വർഷങ്ങളായിട്ടുള്ള പരിചയം കൊണ്ട് ഞാൻ പറയാണ്. ലക്ഷ്യയുടെയും ടാലന്റിയും എല്ലാം ബുക്കുകൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കുകളാണ്. വർഷങ്ങളായിട്ട് അവരുടെ ബുക്കുകളുള്ളത് കൊണ്ട് തന്നെ അവരുടെ മാക്സിമം തെറ്റുകളെല്ലാം തിരിച്ചു പോകുന്നുണ്ട്. തെറ്റില്ലാത്ത ബുക്കുകളില്ല, അത് ആദ്യമേ മനസ്സിലാക്കുക. എല്ലാ ബുക്കുകളിലും എന്തെങ്കിലും എല്ലാം തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ തെറ്റ് മിനിമൈസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം സിലബസിനോട് നീതി പുലർത്തുന്ന ടൈപ്പ് ഓഫ് ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ വലിയ 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 ബുക്കുകളാണ്. ആ ബുക്കുകൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ എന്ന് തോന്നിയേക്കാം. സോ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ഇതൊരു മത്സര പരീക്ഷയാണ്. ഞാനീ പറഞ്ഞ കാര്യം ഒരു ബുക്ക് കാണുമ്പോൾ തന്നെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് നിങ്ങൾ ഒരിക്കലും തോന്നരുത്. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരെ, ഇത് പഠിക്കുന്ന മറ്റു പലരും എന്ത് ചെയ്തോട്ടെ, അങ്ങനെ ചിന്തിച്ചോട്ടെ. കാരണം എന്താ, അവരെല്ലാം നമ്മളെ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇതെന്താ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. ആ സ്പിരിറ്റിൽ തന്നെ ഇതിനെ കാണണം. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിൽ പഠിക്കുന്നവരെല്ലാം ഞെട്ടി ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധിമുട്ടാ പറ്റില്ല എന്ന് വിചാരിച്ച് പോട്ടെ, അവരൊക്കെ പോട്ടെ. കാരണം എന്താ, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ജോലി വേണ്ടത്. അവർക്ക് വേണ്ട ജോലി നിങ്ങളുടെ അല്ല, നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അല്ലെ. സോ അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കുറെ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് എങ്ങനെ പഠിക്കണം, അത് പഠിക്കണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളുടെ അല്ലെ. SCERT എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസ് ആണ്, കേരള ഗവൺമെന്റ് സിലബസ് ആണ്. NCERT എന്ന് പറയുന്നത് നാഷണൽ സിലബസ് ആണ്, CBSE സിലബസ് ആണ്. അത്തരം സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോഴും നമുക്ക് എന്ത് വേണം, സിലബസ് വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണം. ഇത് രണ്ടും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും നല്ല പോയിന്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട SCERTയിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഏതാണ്, NCERT ബുക്കുകൾ ഏതാണ്, അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാസ്പ് ചെയ്ത് അതിൽ ആവശ്യമുള്ള മാത്രം പഠിക്കുകയും എല്ലാം മകപ്പ് ചെയ്യാതെ, എല്ലാം കാണാപ്പാടാൻ പഠിക്കാതെ അതിന് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഒരു വേറൊരു മെത്തേഡ്. റാങ്ക് ഫയലിനകത്തും ഒരുപാട് ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുകൂടാതെ ഇപ്പോഴത്തെ റാങ്ക് ഫയലിലെല്ലാം SCERT, NCERT ടെക്സ്റ്റ് ബുക്കുള്ള പോയിന്റുകൾ കൂടി ആ റാങ്ക് ഫയലുകൾക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കോഴ്സസ് ആണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈവൻ അഡ്ഹോക് ലേണിംഗ് ഉൾപ്പെടെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കോഴ്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്നുണ്ടാവാം ഈ പറയുന്ന സിലബസ് എല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചു തരുന്ന കോഴ്സസ് ഉണ്ടാവാം. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇങ്ങനെ പഠിക്കാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് റിവിഷൻ ആണ്. റിവിഷൻ ഇല്ലാതെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും ഒരു കാര്യമില്ല. ഇത് നിങ്ങളുടെ പോയിന്റ്, വളരെ നമ്പർ 1 പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്ഥലത്ത് എക്സാം എഴുതി നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ റൂമുണ്ട്, നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി റൂമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചോളൂ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും വിചാരിക്കണം, അങ്ങനെ എഴുതി ഒട്ടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ക്ലീശേ പരിപാടിയല്ലേ, അതൊക്കെ വേണോ? നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങൾക്കാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ, റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന്.
റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുമ്പോഴെങ്കിലും നിങ്ങൾ എന്ത് തോന്നും? നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. എന്തൊക്കെ പഠിച്ചാലും, എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. യാതൊരു സംശയം വേണ്ട. നിങ്ങൾ എത്ര തന്നെ അറിവുള്ള ആളായിക്കോട്ടെ, ആ അറിവെല്ലാം പോളിഷ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ മാത്രമാണ്. വിത്തൗട്ട് റിവിഷൻ നിങ്ങൾ ഒരുപാട് ബണ്ടിൽ ഓഫ് ബുക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ എക്സാം ഹോളിൽ, നിങ്ങൾ എക്സാം എഴുതുന്നവരോട് ചോദിച്ചോളൂ. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാം പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന ഒരു PSC എക്സാമിന് കൃത്യമായിട്ട് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾ എക്സാം ഹോളിൽ ചെന്നിരുന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഒരു ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം വരാം. ഓപ്ഷൻ A ആണോ, ഓപ്ഷൻ C ആണോ, ഓപ്ഷൻ B ആണോ, ഓപ്ഷൻ D ആണോ? നന്നായിട്ട് അറിയാം. ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, ക്വസ്റ്റ്യൻ കാണുമ്പോ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഓപ്ഷൻ നോക്കുന്നു, 2 ഓപ്ഷൻസ് തമ്മിൽ നമുക്ക് ഡൗട്ട് വരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഇത് എഴുതാതിരിക്കാനും നമ്മുടെ മനസ്സ് പറയില്ല. കാരണം എങ്ങനെയെങ്കിലും എഴുതിയേ പറ്റൂ. കാരണം എന്താ? നമുക്ക് അറിയുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ, വിട്ടിട്ട് പോരാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മൾ അങ്ങനെ B ആണോ C ആണോ ഡൗട്ട്, C നമ്മൾ മാർക്ക് ചെയ്യും. ആൻസർ B വരുമ്പോ B ആയിരിക്കും ആൻസർ. ആ ഒരു മാർക്ക് കയ്യിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യം നിങ്ങളിൽ പലർക്കും വന്നിട്ടുണ്ടാവാം എക്സാം ഹോളിൽ വന്നിട്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ റിവിഷൻ ആണ്. റിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറ്റുന്നത്. നമുക്ക് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഉണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് കിട്ടാത്തതുണ്ടോ? അത് വീണ്ടും വീണ്ടും കിട്ടുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക. വളരെ ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. റിവൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ഒരു എക്സാം പ്രിപ്പറേഷനകത്ത് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള പരിപാടി. പക്ഷെ ആ ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയിലൂടെ നമ്മൾ പോയേ പറ്റും. ഞാനെപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. PSC ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനെ പോലെ അല്ലെ, ഒരു സൈക്കോപാത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ. കാരണം നമുക്ക് ഊണിലും ഉറക്കത്തിലും പറയുന്ന സമയത്തും എപ്പോഴും നമുക്ക് ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. പഠിക്കണം, ഇത് പഠിച്ചു പോരാ, വീണ്ടും റിവൈസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഓടി അയ്യോ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ച കാര്യം അത്രയും പഠിച്ചു കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മനപ്രയാസം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഏതെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത്, ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു കുത്തലുവാണല്ലോ, ഈ സമയം ഞാൻ വെറുതെ കളയാണല്ലോ. ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കാൾ നല്ല രീതിയിൽ വേറെ ആരോ നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കുറെ പേര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയും പെട്ടെന്ന് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തണം, ബുക്ക് എടുക്കണം, പഠിക്കണം. രാവിലെ അതേപോലെ തന്നെ രാവിലെ അലാം വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ എന്താ പരിപാടി? നല്ല മഴയാണല്ലോ അല്ലെ, അലാം വെക്കുന്നു, സ്നൂസ് ചെയ്യുന്നു, വീണ്ടും സ്നൂസ് ചെയ്യുന്നു. അവസാനം മൊബൈൽ ഫോൺ നമ്മളെ തല്ലാനുള്ള അവസ്ഥയാവുന്ന സമയത്താണ് നമ്മൾ എങ്ങനെയെങ്കിലും ശരി എണീക്കാം എന്ന് വിചാരിച്ച് പലരും എണീക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ രീതിയിൽ നിന്നും മാറി ഫസ്റ്റ് അലാം അടിക്കുമ്പോ തന്നെ ദിസ് ഈസ് മൈ വേക്കപ്പ് കോൾ, ഇപ്പൊ എണീറ്റില്ലെങ്കിൽ പണി പാളി എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. രാവിലെ അലാം അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എണീക്കുന്ന രീതിയിലേക്ക് എത്തണം. രാത്രി എത്ര വൈകിയാലും വീണ്ടും പഠിക്കണം എന്നൊരു ത്വര മാത്രം പോരാ കേട്ടോ, പഠിക്കും വേണം. നമ്മുടെ എന്താണ് പൗലോ കോയിലോ പറയില്ലേ, പൗലോ കോയിലോന്റെ ഒരു സെന്റൻസ് ഇല്ലേ, നമ്മൾ കുറെ ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കില്ലേ, പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും എന്ന് പറയുന്ന വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സെന്റൻസ് ഇല്ലേ. കൂടെ നിന്നാൽ മാത്രം പോരാ, നമ്മൾ എഫേർട്ട് എടുക്കും വേണം, വേണ്ടേ? നമ്മൾ പഠിക്കണ്ടേ? നമ്മൾ പഠിക്കാതെ ബാക്കിയുള്ളവർ മുഴുവൻ കൂടെ നിന്നിട്ട് എന്താ കാര്യം അല്ലെ? സോ നിങ്ങളുടെ ആണ് ആവശ്യം. നിങ്ങൾ ഓരോരുത്തർ എഫേർട്ട് എടുക്കുക. രാവിലെ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കുന്നുണ്ട് സാർ, ഗുണമുണ്ടോ? 4 മണിക്ക് എണീച്ചാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഗുണം. 4 മണിക്ക് എണീക്കുന്നു, ബാക്കി പരിപാടികൾ മറ്റേ സിനിമയ്ക്കകത്ത് കാണില്ലേ, 4 മണിക്ക് എണീക്കുന്നു, കുളിക്കുന്നു, റെഡി ആവുന്നു, എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുന്നു, വീണ്ടും പോയി കിടന്നുറങ്ങുന്നു. അതുപോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയം മുഴുവൻ എഫേർട്ട് എടുത്ത് പഠിക്കണം. കിട്ടുന്ന ടൈം എല്ലാം എഫേർട്ട് എടുക്കണം. ഓരോ 5 മിനിറ്റുകൾ, 3 മിനിറ്റുകൾ, 2 മിനിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഫേർട്ട് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടും, യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് സംശയം ഉണ്ടോ? ഇപ്പൊ ജോലിക്ക് കയറിയവരൊക്കെ അങ്ങനെയാണോ? എന്റെ വീടിന്റെ അടുത്ത് ഒരാളുണ്ടല്ലോ, ആളങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് ജോലിക്ക് കിട്ടിയല്ലോ. പിന്നെ വേറെ ഡൗട്ട് ഉണ്ടോ? എന്റെ വീടിന്റെ അടുത്ത് ഒരാളുണ്ടല്ലോ, ആള് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, ഇതേപോലെ തന്നെയാണല്ലോ, പക്ഷെ ജോലി കിട്ടുന്നില്ലല്ലോ. ഇതെല്ലാം അവരവരുടെ കാര്യങ്ങളല്ലേ. അവരുടെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് 100% അറിയില്ല. അവരെങ്ങനെ പഠിക്കുന്നു എന്ന് 100% ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ജോലി കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കും. കുറച്ചു പേർക്ക് ജോലി കിട്ടുന്നുണ്ടോ അത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഗവൺമെന്റ് സർവീസിൽ ആൾക്കാർ കയറുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഒന്ന് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി.
നിങ്ങളുടെ നാട്ടിലുള്ള ഒരു റവന്യൂ ഓഫീസറോ ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി നോക്കി നോക്ക്. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അവിടെ നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരെ ID കാർഡ് ഇട്ട് ജോലിക്ക് കയറിയിരിക്കുന്നത് കാണാം. നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരെ അവിടെ ജോലിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം. അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും, അല്ലെ? സപ്ലി ഉള്ളവർ, പണ്ട് എക്സാം എഴുതിയ സമയത്ത് സപ്ലി ഉള്ളവർ, 10ാം ക്ലാസ് ജയിക്കാൻ തന്നെ കുറെ ബുദ്ധിമുട്ടിയവർ, അവരിൽ പലവരും ഇപ്പൊ ഗവൺമെന്റ് സർവീസിലുണ്ട്. എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ്, വെറുതെ അല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികൾ അവർക്ക് പറയാനുണ്ടാവും. ഒരുപാട് രാവിലെകൾ അവരെ മിസ് ചെയ്ത് പുലർച്ചെ ഉറങ്ങണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് എണീറ്റ് പഠിച്ചവരുണ്ടാവാം. പല ഫംഗ്ഷനുകൾ ഒഴിവാക്കിയവരുണ്ടാവാം. കൂട്ടുകാരോടൊപ്പമുള്ള ഗാദറിങ്സ് പലതും ഒഴിവാക്കിയവരുണ്ടാവാം. പക്ഷെ അവരിപ്പോൾ എന്താണ്? ഇപ്പോൾ ഗവൺമെന്റ് സർവീസിലിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഈ ഒരു കാലഘട്ടം, ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഒരു 2-3 വർഷം നിങ്ങൾ എങ്ങനെ എഫേർട്ട് എടുക്കുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ. അല്ല, നിങ്ങൾ ഈ ഒരു കുറച്ച് കാലഘട്ടം നിങ്ങൾ കളിച്ച് തിരിച്ച് നടക്കാനായിട്ട് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നതാണല്ലോ. എല്ലാവരും ഉപദേശിച്ച് കേട്ട് മടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ ഒരുപാട് ഉപദേശിക്കാതിരിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, ഈ 2-3 വർഷങ്ങൾ നിങ്ങൾ എങ്ങനെ എഫേർട്ട് എടുക്കുന്നോ അതാണ് നിങ്ങളുടെ ലൈഫ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അത് എത്രയും പെട്ടെന്ന് പറ്റുമോ അടുത്ത വർഷം എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ആ രീതിയിൽ തന്നെ പഠിക്കുക. സോ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ വളരെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി പഠിക്കുക, റിവിഷൻ ടെസ്റ്റുകൾ നടത്തുക. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 100 ബുക്കുകൾ ഒരു പ്രാവശ്യം വായിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ബുക്ക് 100 പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റിവിഷൻ എന്നുള്ളതാണ് വിജയമന്ത്രങ്ങൾ. ഒന്നാമത്തെ വിജയമന്ത്രം, 2, 3, 4 എത്ര വിജയമന്ത്രങ്ങളുണ്ടോ ഇതെല്ലാം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും അത് തന്നെ പഠിക്കുക, തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതിനർത്ഥം ആകെ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ആ 10 ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സിലബസ് ഓറിയന്റഡ് ആയിട്ട് സിലബസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുകയും വേണം. അതിന് റിവൈസ് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതെങ്ങനെ റിവൈസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ റിവൈസ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെയിലി റിവിഷൻ. ആൻഡ് ഒരാഴ്ചയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീക്കെൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 ദിവസം എടുത്ത് മാറ്റിവെച്ച് കഴിഞ്ഞൊരു 4-5 ദിവസം പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഈസ് കോൾഡ് വീക്ക്ലി റിവിഷൻ. ആൻഡ് മന്ത് എൻഡില് ഒരു മാസം കഴിയുന്ന സമയത്ത് കഴിഞ്ഞ മാസം പഠിച്ചതെല്ലാം എന്താണോ അതെല്ലാം ഒരു മാസത്തിന്റെ അവസാനം ഒരാഴ്ച സമയമെടുത്ത്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എന്തിനല്ലോ. അപ്പൊ ഒരാഴ്ച സമയം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ ഒരു മാസം പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് മന്ത്ലി റിവിഷൻ. സോ ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടാവും. നാളെ പോലും പഠിക്കാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് പോവാം. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ് ആമയുടെയും മുയലിന്റെയും കഥ, അല്ലെ? പഞ്ചതന്ത്രത്തിലെ മുയല് ശക്തനാണ്, പക്ഷെ ആമയാണ് ജയിക്കുന്നത്. കാരണം എന്താ? ആമ കൺസിസ്റ്റന്റ് ആയിരുന്നു. ആമ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്തു? അവരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, റിഗാർഡ്ലെസ് ഓഫ് റിസൾട്ട്. ആമയ്ക്ക് തുടക്കത്തിൽ അറിയാം ആമയ്ക്ക് തോൽക്കുന്നു, എങ്കിലും ആമ എന്ത് ചെയ്യുന്നു? ആമ മത്സരിക്കുന്നു, ആമ ജയിക്കുന്നു. ശരിയല്ലേ? സോ കാരണം എന്താ? അവിടെ കൺസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരെ. പിന്നെ ചില മണ്ടന്മാരല്ലാത്ത മുയലുകളുണ്ട്, അവർ നല്ല രീതിയിൽ സ്പീഡിൽ ഓടുന്നവരുണ്ട്. അവർ ഓടി എത്തിക്കോട്ടെ. നമുക്ക് നിങ്ങൾ ഒരു ആദ്യത്തെ 1ാം റാങ്കോ 2ാം റാങ്കോ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് ശ്രമിക്കുക. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും എത്തല്ല, റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിൽ 1ാം റാങ്കോ 2ാം റാങ്കോ പറ്റിയില്ലെങ്കിൽ അതിന് കുറച്ച് മുയലുകൾ ഓടി ഫ്രണ്ടിൽ എത്തിയാലും, ഇനി അത് പറ്റിയില്ലെങ്കിൽ 3ാം റാങ്കോ 4ാം റാങ്കോ 5ാം റാങ്കോ അങ്ങനെ തുടങ്ങി ഏറ്റവും ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും. ഓക്കെ ആണല്ലോ? യെസ്. സോ അതിനെ നിങ്ങൾ റിവൈസ് ചെയ്തേ പറ്റും. ദിസ് ഈസ് കോൾഡ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. റിവിഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ. സോ ഈ നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് അത് ഓൺലൈൻ ആയിട്ട് പഠിക്കണം, ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം. കുറച്ച് മുമ്പ് പറഞ്ഞ കോഴ്സസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കോഴ്സസ് ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നതാണോ നല്ലത് അതോ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആ. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ഇരുന്ന് പഠിച്ചേ കിട്ടൂ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പോയി നോക്കാം. പക്ഷെ ഓഫ്ലൈനിൽ പോയി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ സമയം കൂടുതൽ ചെലവഴിക്കുന്നത്, ഇപ്പോൾ മഴക്കാലമാണ് അല്ലെ, പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വേനൽക്കാലാവും, കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവാം? ചിലപ്പോൾ ബസ്സിൽ പോകേണ്ടി വരും, യാത്രാ ചെലവുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അത് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ യാത്ര ചെയ്യുന്ന സമയം
അത് വെറുതെ പോകുന്നത് പോലെ തോന്നിയേക്കാം. എല്ലാ ദിവസവും യാത്ര റെഡിയായി പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അങ്ങനെ തുടങ്ങിയ ഓഫ്ലൈനിന് കുറച്ച് പരിമിതികളുണ്ട്. പിന്നെ ആ സെന്ററുകൾ എന്ന് പറയുന്നത് കുറച്ച് നല്ല സെന്ററുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം ഓഫ്ലൈൻ ആണെങ്കിൽ. പിന്നെ അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവില്ല. ഓഫ്ലൈൻ ക്ലാസ്സിനകത്ത് അന്ന് എഴുതുന്നത് നിങ്ങൾ നോട്ട് എഴുതി പഠിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. റെക്കോർഡഡ് ആയിട്ട് ഓൺലൈനൊക്കെ ആകുമ്പോൾ എന്താവും, റെക്കോർഡഡ് വേർഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും 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 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഈവൻ എക്സാമിന് തൊട്ട് മുമ്പ് പോലും ആ ക്ലാസ് ഒന്നും കൂടി കണ്ടതിന് ശേഷം വേണമെങ്കിൽ എക്സാമിന് കയറാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ സമയ ലാഭം ഉണ്ട്. പക്ഷെ എങ്കിലും ഓഫ്ലൈന് ചിലർ ഓഫ്ലൈനിൽ തന്നെ പ്രിഫർ ചെയ്യുന്നവരുണ്ടാവാം. കാരണം കുറച്ച് ആൾക്കാരെ കണ്ട് കൂടിയിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഏറെയാണ്. ഓൺലൈൻ എന്ന് പറയുന്നത് അതിനേക്കാൾ സമയവും മറ്റു കാര്യങ്ങളും കൂടുതൽ ലാഭിക്കാനും സാമ്പത്തികമായിട്ടും സമയവുമായിട്ടും ഒക്കെ ലാഭിക്കാനായിട്ട് ഓൺലൈനിൽ സാധിക്കും. ഇന്ന് റിവിഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഓൺലൈൻ ആണ്. ഇനി രണ്ടും യൂസ് ചെയ്യുന്നവരും ഉണ്ട്. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ അവിടെ പഠിക്കുന്ന പലരും ഓഫ്ലൈനിൽ പോകുന്നവരും ഓൺലൈനിൽ പോകുന്നവരും ഉണ്ട്. ഓഫ്ലൈൻ ഒരു സെന്ററിൽ പോകും, അവിടെയൊക്കെ മിക്കവാറും ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓൺലൈൻ ആകുമ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും കേൾക്കും, ഓഫ്ലൈൻ ക്ലാസ്സുകളും കേൾക്കുന്ന ആൾക്കാരുണ്ട്. സോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. കുറച്ച് നാള് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണെന്ന്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ അതാണ് കോഴ്സസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അഡ്ഹോക്ക് ലേണിംഗിലൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഓഫ്ലൈൻ ഇല്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആപ്പ് ത്രൂ ആണ് ക്ലാസ്സസ് എല്ലാം വരുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് അധ്യാപകരുണ്ട്. നമുക്ക് ഓഫ്ലൈൻ സെന്ററുകളിലും ഒക്കെ ക്ലാസ് എടുക്കുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകരുണ്ട്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് അധ്യാപകർ നിങ്ങൾക്കുണ്ട്. സോ അഡ്ഹോക്ക് ലേണിംഗിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 അങ്ങനെ ഫോൾഡറുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഓരോ ദിവസവും പഠിക്കേണ്ട വീഡിയോ ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് അതിന്റെ ക്ലാസ്സും അതിന്റെ PDF നോട്ടുകൾ, അത്രയും ഓരോ ക്ലാസ്സുകളും അതിന്റെ PDF നോട്ടുകൾ ഉണ്ടാവും. ഒരു കുറച്ച് ക്ലാസ്സുകൾ അതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന രീതിയിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മാത്രം ദൈർഘ്യമുള്ള ഒരു കുട്ടിക്ക് അത്രയ്ക്ക് സൈക്കോളജിക്കലി ഇരിക്കാൻ പറ്റും. കൂടുതൽ സമയം ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നെ അറിയാം, ഇപ്പൊ 1 hour ആകുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ അത്രയും സമയം ഇരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് കാലഘട്ടത്തിൽ ഇതിന് ബുദ്ധിമുട്ടാണ് അല്ലെ. സോ 20 to 30 മിനിറ്റിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും അതിന്റെ നോട്ടുകളും ഡെയിലി റിവിഷൻ ടെസ്റ്റുകൾ വീക്ക്ലി, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ സ്ട്രാറ്റജി, വീക്കെൻഡിൽ എത്തുമ്പോൾ ഒരു ആഴ്ചയിൽ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നുള്ള വീക്ക്ലി റിവിഷൻ ടെസ്റ്റ്, മന്തിന്റെ സമയത്ത് ഒരു മന്തിന്റെ കംപ്ലീറ്റ് റിവിഷൻ ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റ്, മോഡൽ എക്സാമുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും ഉണ്ട്. ഈവൻ അതിനകത്ത് കുറെ ക്വിസുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് അഡ്ഹോക്ക് ലേണിംഗിലൂടെ ഇതെല്ലാ കണ്ടന്റ്, എല്ലാ എക്സാമുകൾക്കും കോഴ്സസ് നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ നടത്തുന്നുണ്ട്. സോ അതാണ് അഡ്ഹോക്ക് ലേണിംഗിലെ കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം PSC നിയമനങ്ങളെ കുറിച്ചാണ്. അത് ഓരോ എക്സാമുകൾക്കും നോട്ടിഫിക്കേഷനുകൾ എന്ത് ചെയ്യും, വരും. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അഡ്ഹോക്ക് ലേണിംഗ് നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലെല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ടോളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കാദമിയുടെ ഒക്കെ ടെലഗ്രാം ചാനലുകൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഒന്നും വിഷയമുള്ള കാര്യമേ ഇല്ല. നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതും ഒക്കെ. നിങ്ങൾ എപ്പോഴും അവെയർ ആയിരിക്കും അതിനകത്ത്. സോ നിങ്ങൾ അതറിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ പറയുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ PSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീടിന്റെ അടുത്തുള്ള ഒരു കഫേയിൽ പോവാ, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. PSCയുടെ വെബ്സൈറ്റിലൂടെ 1 ടൈം രജിസ്ട്രേഷൻ, നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചർ ഒക്കെ കൊടുത്ത്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത്, സർട്ടിഫിക്കറ്റ് ഒന്നും ആദ്യം അപ്ലോഡ് ചെയ്യേണ്ട, അതൊക്കെ ജോലി കിട്ടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതി. റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അതിനൊക്കെ സമയം ആ സമയത്ത് PSC അനുവദിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 ടൈം രജിസ്ട്രേഷൻ വേഗം ചെയ്തു വയ്ക്കുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് പറ്റുന്ന നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം പറ്റാവും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വരുന്ന എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്തിടുക. അല്ലാതെ നിങ്ങൾ 10th ലെവൽ എക്സാം എഴുതില്ല, ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ്, ഞാനൊരു PG കാരനാണ്, അത് കാരണം എനിക്ക് 10ാം ക്ലാസ് തലത്തിലുള്ള എക്സാം വേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എല്ലാ എക്സാമുകളും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തെഴുതുക. എല്ലാ എക്സാമുകളും എഴുതാനായിട്ട് പോവുക. അപ്പൊ എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എക്സാം ഡേറ്റും കലണ്ടർ എല്ലാം PSC പബ്ലിഷ് ചെയ്യും. അതിനു മുമ്പ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരു ഡേറ്റ് വരും. എക്സാമിന് ഏകദേശം ഒരു 2-3 മാസം മുമ്പെങ്കിലും നമ്മുടെ അടുത്ത് എക്സാമിന് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് PSC ചോദിച്ചൊരു മെസ്സേജ് വരും. അത് കണ്ടു കഴിഞ്ഞാൽ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതെല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും വെച്ച് എല്ലാ മാസത്തിൽ ഒരു ദിവസമെങ്കിലും, മാസത്തിലെ ഫസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ മാസത്തിലും നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈലിൽ കയറി എനിക്ക് പറ്റിയ നോട്ടിഫിക്കേഷൻ വല്ലതുണ്ടോ എന്ന് നോക്കി, ഓക്കെ ആണോ, എല്ലാ നോട്ടിഫിക്കേഷനും ഓപ്പൺ ചെയ്ത് നോക്കി. ആദ്യത്തെ ഒരു 1-2 പ്രാവശ്യം ചെയ്യാനേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഈസി ആവും കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം,
അത് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ അപ്ലൈ ചെയ്തിടുക. അപ്പൊ ഒന്നും മിസ്സാവില്ല, കൺഫർമേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ മിസ്സാവില്ല. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് PSC അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമുകളാണ് മിക്കവാറും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എന്തുണ്ട്, പ്രിലിമിനറി എക്സാം ഉണ്ട്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ മെയിൻസ് എക്സാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഒരു 2 ഡിഗ്രി ലെവൽ എക്സാം ആണ്. കുറെ ഉണ്ട്, അതിൽ 2 പറയാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിനും കൂടിയിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ പ്രിലിമിനറി എക്സാം നടത്തുക. പ്രാഥമിക പരീക്ഷ എന്ന് പറയുന്നത് ഒരെണ്ണമായിരിക്കും, ഒറ്റ എക്സാം ആയിരിക്കും. ഓക്കെ, ആ പ്രാഥമിക എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വേറൊരു ലിസ്റ്റും ഈ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഒരേ എക്സാമിൽ നിന്ന് തന്നെ 2 ലിസ്റ്റുകൾ തയ്യാറാക്കും PSC. അവരെ എന്തിനു വിളിക്കും, മെയിൻസ് എക്സാം എഴുതാനായിട്ട് വിളിക്കും. അപ്പോൾ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 2നും 2 ആയിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം എഴുതണം, ഇപ്പുറത്തെ നിങ്ങൾക്ക് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സാമിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. ചിലപ്പോൾ ചിലവർക്ക് യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിരിക്കും, ചിലപ്പോൾ കട്ട് ഓഫ് കുറവാണെങ്കിൽ അതിന് മാത്രമായിരിക്കും. ഇപ്പൊ 45 മാർക്കാണ് കട്ട് ഓഫ് എന്ന് വിചാരിക്കാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ, എനിക്ക് 46 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് എഴുതാം. പക്ഷെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കാം, എനിക്ക് 46 അല്ലേ ഉള്ളൂ, അത് എഴുതാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സാമിന്റെ മെയിൻസ് എക്സാം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. മെയിൻസ് എക്സാമും കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ എന്ത് വരിക, റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റും മറ്റും എല്ലാം വരിക. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ട വേക്കൻസി അവിടെ അവൈലബിൾ ആണെങ്കിൽ, നമുക്ക് ആദ്യം PSC അഡ്വൈസ് മെമ്മോ അയക്കും. ആ അഡ്വൈസ് മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ ആ അഡ്വൈസ് മെമ്മോ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും. വളരെ സന്തോഷത്തോടെ നമ്മൾ അത് വാങ്ങുന്നു, പോകുന്നു, ഓഫീസിലെത്തുന്നു, അറ്റൻഡൻസ് ബുക്കിൽ സൈൻ ചെയ്യുന്നു. എന്ത് രസം അല്ലെ, എളുപ്പമായിട്ട് പറയാൻ കഴിഞ്ഞു. പക്ഷെ ഇതൊരു, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ട പണിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനർത്ഥം നിങ്ങൾ പറഞ്ഞു പേടിപ്പിക്കുക എന്നുള്ളതല്ല, അത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടും മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് എക്സാം കിട്ടാണ്ട് അപ്പൊ നിങ്ങൾ എന്നെ വല്ലതും വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞാൻ വന്നിട്ടുള്ള ലിസ്റ്റുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. സോ അപ്പോ ഇത്രയാണ് എനിക്ക് എന്ത് പറയാനുള്ളത്. വളരെ ബ്രീഫായിട്ട് എത്രയും നമ്മുടെ ഈ ടൈമിനുള്ളിൽ നിർത്തിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ആരും തന്നെ ലെഫ്റ്റ് അടിച്ച് പോകരുത് കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരും അവസാനത്തെ ആളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നവരെ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം നിൽക്കുക. നിർബന്ധമായിട്ട് നിങ്ങളൊരു ഗവൺമെന്റ് സർവീസിൽ കയറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവസാനം വരെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെയും നിങ്ങൾക്ക് ബോറടിച്ചൊന്നുമില്ലല്ലോ അല്ലെ? യെസ്. ലാബ് അസിസ്റ്റന്റ് ഡീറ്റെയിൽസ് പറയുമോ? ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു 10th ലെവൽ എക്സാം ആണ്. ആ 10th ലെവൽ എക്സാം ഓൾറെഡി ലാബ് അസിസ്റ്റന്റ് ഇപ്പോഴത്തെ ലാബ് അസിസ്റ്റന്റ് എക്സാം ജസ്റ്റ് കഴിഞ്ഞു, അല്ലെ? ഇന്നലെ ആയിരുന്നു ലാബ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം. ഓക്കെ, അതില് പ്രിലിംസ് ഉണ്ടായിരുന്നു. 10th ലെവൽ പ്രിലിംസ് എക്സാം മുമ്പുണ്ടായിരുന്നു. ലാബ് അസിസ്റ്റന്റും സെക്രട്ടറിയേറ്റ് OA പോലുള്ള തസ്തികൾക്കാണ് ഒരുമിച്ച് പ്രിലിംസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ മെയിൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ 3 വർഷം കഴിയുമ്പോഴാണ് അതിന്റെ എക്സാം ഉണ്ട്. 3 വർഷമാണ് മിക്കവാറും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 വർഷത്തോളമാണ്. പക്ഷെ CPO, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അങ്ങനെയുള്ള എക്സാമുകൾക്കെല്ലാം 1 ഇയർ ആയിരിക്കും കാലാവധി. അതായത് ഓരോ വർഷവും എന്ത് ചെയ്യും, അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ സാർ, നമ്മുടെ കോഴ്സ് എടുത്താൽ പിന്നെ റാങ്ക് ഫയൽ ആവശ്യമുണ്ടോ? PDF നോട്ട് ഉണ്ടല്ലോ. ആവശ്യമില്ല. നിങ്ങൾ വെറുതെ റാങ്ക് ഫയൽ നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലാണല്ലോ കോഴ്സ് എടുക്കുന്നത്. പക്ഷെ കോഴ്സിൽ പറയുന്ന ഓരോ പോയിന്റുകളും ഇൻ ഡെപ്തില് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതിനപ്പുറത്തേക്ക് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയവും വെറുതെ നഷ്ടമായിട്ട് പോയുള്ളൂ. LGSനോ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, LGSന് എന്ത് ചെയ്യാൻ പറ്റില്ല. LGS എന്ന് പറയുന്ന പോസ്റ്റിന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഡിഗ്രി ഉള്ളവർക്ക് പറ്റില്ല. 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഡിഗ്രി ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? 3 ഇയർ ഡിപ്ലോമ എന്ന് പറയുന്നത് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കൺസിഡർ ചെയ്യാത്തോടത്തോളം ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ ഡിപ്ലോമ ഉള്ളവർക്ക് പിന്നെ കുറെ സ്പെഷ്യൽ, നിങ്ങൾ ഡിപ്ലോമ എഴുതിയവർക്ക് നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ അതേഴ്സ് എന്ന് പറയുന്നത് കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ അതിനാണ് പറഞ്ഞത് എല്ലാ മാസവും എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്ന പോസ്റ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് ഇടുക കേട്ടോ.
ദെൻ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ലാസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം, ഞാൻ പറഞ്ഞുതരാൻ ചെയ്യാം കേട്ടോ. കോഴ്സ് ഫീസ് നിങ്ങൾ ഇത് അവസാനം വരെ ഇരിക്കുന്നവർക്ക് നോർമൽ കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടി വരില്ല എന്തായാലും. ഓക്കെ, ഞാനത് അവസാനം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ആണ്, മെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വെച്ച് ഗ്രാജുവേഷൻ ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എക്സാമിന്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ ക്വാളിഫൈഡ് ആവണമെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടി വരിക, ഞാൻ പറഞ്ഞതുപോലെ ലാസ്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് പാസ് ആയിട്ടുണ്ടാവണം, ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവണം, അത്രേ ഉള്ളൂ കേട്ടോ. ആൻസി ദെൻ ഷീഫ +2 എക്സാമിന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കുമോ? യെസ്, +2 ലെവൽ എക്സാം കാണിച്ചിട്ടുണ്ട്. ദെൻ കോമൺ സിലബസ് വെച്ച് പഠിച്ചാൽ മതിയോ? അങ്ങനെയല്ല വിജയ്, കോമൺ സിലബസ് അല്ല. ഇപ്പോ ഓരോ എക്സാമിനും ഓരോ രീതിയിൽ തന്നെ പഠിക്കണം. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ ഡിഗ്രി ലെവലിന്റെ സിലബസും 10th ലെവൽ എക്സാം ആണെങ്കിൽ 10th ലെവലിന്റെ സിലബസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ഏത് എക്സാമിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഏതാണോ അടുത്ത് ഫോക്കസ് ചെയ്യും. നിങ്ങൾ ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വർഷത്തെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അതിനോടൊപ്പം +2 ലെവലോ 10th ലെവലോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബോണസ് ആയിട്ട് കയ്യിലിരുന്നോട്ടെ. പക്ഷെ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും ഡിഗ്രി ലെവലാവണം. 12th ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ 12th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക. അവിടെ കൂടുതലും ഫോഴ്സസ് ആണ്. അപ്പൊ നിങ്ങൾ 10th ലെവലും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തു വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. എപ്പോഴും കോമൺ സിലബസ് അല്ലാതെ കോമൺ ടോപ്പിക്കുകളെല്ലാം ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. പക്ഷെ മറ്റ് എക്സാമുകൾക്ക്, ചില എക്സാമുകൾക്ക് വരുന്ന എക്സ്ട്രാ ടോപ്പിക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് അതത് എക്സാമുകളുടെ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഇനി എപ്പോഴായിരിക്കും? വേക്കൻസി കുറവാണോ? വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ വേക്കൻസി വളരെ കുറവാണ്. അത് ഇനിയിപ്പോ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അത് കാരണം തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു ഫോക്കസ് ചെയ്യേണ്ട എക്സാം അല്ല. നിങ്ങൾ വുമൺ പോലീസ് ഓഫീസറും മറ്റ് എക്സാമുകളും ഫോക്കസ് ചെയ്യുക. ദെൻ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർക്ക് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അത് എക്സാം വിളിക്കുന്ന സമയത്ത് ആ ഒരു മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കാവുന്നുള്ളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള NDPS ആക്ട്, അതുപോലെ തന്നെ അബ്കാരി ആക്ട് അങ്ങനെ തുടങ്ങിയ കുറച്ച് ഭാഗങ്ങളാണ് വരുന്നത്. സോ അത് കാരണം വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വരുമ്പോൾ വരട്ടെ, അതിനുവേണ്ടി ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റ് എക്സാമുകളാണ് കേട്ടോ. അഡ്വോക്ക് ഒരു റാങ്ക് ഫയൽ ഇറക്കുമോ? ഈ PDF നോട്ട് വെച്ച് പ്രിന്റ് എടുക്കാൻ ഡിഫിക്കൽട്ട് ആണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു റാങ്ക് ഫയൽ ഇറക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ക്ലാസ്സിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതിനെ ഒരു റാങ്ക് ഫയൽ ആക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ ഭാവിയിൽ ഒരു പക്ഷെ വന്നേക്കാം. ഓക്കെ, VFA ഡീറ്റെയിൽസ് പറയാമോ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? വില്ലേജിനകത്തുള്ള, നിങ്ങൾ വില്ലേജുകളിൽ പോയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാരെ കാണാനായിട്ട് സാധിക്കും. ഓരോ വില്ലേജിലും തസ്തികയുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം ആണ്, 10th ലെവൽ എക്സാം ആണ്. അപ്പൊ അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2026 എക്സാം നടക്കുന്നുണ്ട്. 25 അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അടുത്ത വർഷം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം വിളിക്കും. സോ അത് 10th ലെവൽ എക്സാം ആണ്. അത് 10th ലെവലിന്റെ പ്രിലിംസ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോയേക്കും. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എല്ലാം പ്രിലിംസ് നടത്തിയിട്ടാണ് മെയിൻസ് നടത്തിയത്. അതുപോലെ തന്നെ ആയിരിക്കണം മിക്കവാറും VFAയും അതുപോലെ തന്നെ നമ്മുടെ 10th ലെവലിൽ വരുന്ന അടുത്ത വർഷത്തെ ബെവ്കോ LD, ബെവ്കോ ബീവറേജ് കോർപ്പറേഷനിലെ LDCക്കും എല്ലാം കോമൺ പ്രിലിമിനറി എക്സാം നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ മെയിൻസ് എക്സാമും ഉണ്ടായിരിക്കും കേട്ടോ. ആ രീതിയിലാണ് VFA എക്സാമുകൾ നടത്താനായിട്ടുള്ള സാധ്യത. അടുത്ത വർഷം എക്സാം ഉണ്ടായിരിക്കും. അടുത്തൊരു 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് VFA ആണ്. ഓക്കെ, ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോബ് ഉറപ്പാണ്? ഒരിക്കലുമല്ല. കട്ട് ഓഫ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? സിംസർ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. എല്ലാവർക്കും അറിയേണ്ട ഒരു പോയിന്റ് ആണ് എങ്ങനെ കട്ട് ഓഫ് കണക്കാക്കാം എന്നുള്ളത്. കാരണം പലരും ചോദിക്കാറുണ്ട് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കട്ട് ഓഫ് എത്ര വരും ചോദിക്കാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. കട്ട് ഓഫ് എങ്ങനെയാണ് വരുത്തുന്നത് ആദ്യം പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കാം. ഒരു എക്സാം എഴുതുന്നു, നമ്മൾ എക്സാം എഴുതാൻ പോകുന്നു. ആ എക്സാമിന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ VFA ആണെന്ന് വിചാരിക്കാം. വെറുതെ ഒരു പോസ്റ്റ് എടുത്തു കേട്ടോ. കുറച്ചു മുമ്പ് ഫാത്തിമ ചോദിച്ചുകൊണ്ട് VFA എടുത്തു വിചാരിക്കാം. VFAക്ക് ഒരു 100 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. വെറുതെ പറയുന്നൊരു എണ്ണ കേട്ടോ, കറക്റ്റ് ഒന്നല്ല. 100 വേക്കൻസി ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും 100 പേരെയാണ് എടുത്തത് എന്ന് വിചാരിക്കാം. ഒന്നല്ലോ വേക്കൻസി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എത്ര പേര് എടുത്തു എന്നുള്ളൊരു കണക്കുണ്ടാവുമല്ലോ. ആ കണക്ക് വെച്ചുകൊണ്ട് PSC തീരുമാനിക്കും. ഇതിന്റെ പ്രിലിമിനറി എക്സാം ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ പ്രിലിമിനറി മെയിൻസ് ഉള്ള എക്സാം ആണെങ്കിൽ പ്രിലിമിനറി എക്സാം കടക്കേണ്ടത് ഇതിന്റെ ഒരു 20 ഇരട്ടി ആൾക്കാരെയാണ് എന്ന് വിചാരിക്കാം. അത്രയും പേര് പോയിട്ട് മെയിൻസ് എഴുതിക്കോട്ടെ എന്നാണ് PSC ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ 100ന്റെ 20 ഇരട്ടി എത്രയാ? 2000 പേരല്ലേ? അപ്പൊ PSCക്ക് തോന്നുകയാണ് 2000 പേരെ എന്ത് ചെയ്യാം, പ്രിലിംസ് പാസ്സാക്കിയേക്കാം. അപ്പോൾ മാർക്ക് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് 2000ാമത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ്. അതിന് മുകളിൽ വന്നവരൊക്കെ എന്ത് ചെയ്തു? കയറി.
അതിനർത്ഥം PSCക്ക് മുൻകൂട്ടി 55 മാർക്ക് കിട്ടിയാൽ കട്ട് ഓഫ് ആണ്, അതിന് മുകളിൽ കയറിയവരൊക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുമെന്ന് PSCക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഒരു ഈസി എക്സാം ആയിരുന്നു എന്ന് വിചാരിക്കുക. 55 മീതെ മാർക്ക് ചിലപ്പോ 10, 10,000, 15,000 പേരുണ്ടാവും. അവരെല്ലാം കടത്തി വിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇത് ലാസ്റ്റ് മെയിൻസ് എക്സാമും കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് ഇടുന്ന കാലഘട്ടമാണെന്ന് വിചാരിക്കുക. റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴും എങ്ങനെ തന്നെയാ, 100 വേക്കൻസി ഉള്ളൂ എന്ന് വിചാരിക്കുക. 100 വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരു 200 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടാൻ PSC തീരുമാനിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 500 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ 500ാമത്തെ റാങ്ക് വരുന്ന ആളുടെ മാർക്ക് എത്രയാണോ, ഏറ്റവും കൂടുതൽ മാർക്കിൽ നിന്നാണോ റാങ്ക് വരിക, അല്ല 500ാമത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ്. അല്ലാതെ PSC ഒരു 70 മാർക്ക് കട്ട് ഓഫ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ 50 പേരെ 70 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്തുള്ളൂവെങ്കിലോ എന്ത് ചെയ്യും? 50 പേരെ വെച്ച് 100 വേക്കൻസി ഫിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി അതല്ല, വളരെ ഈസി എക്സാം ആയതുകൊണ്ട് 70 മീതെ ഒരു 1000, 2000 അല്ലെങ്കിൽ 10,000 പേരെ ക്രാക്ക് ചെയ്ത് എടുത്തു എന്ന് വിചാരിക്കാം. 10,000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് എന്താ കാര്യം? ഈ 100 വേക്കൻസിക്ക് ആ 10,000 പേരുടെ ആവശ്യമുണ്ടോ? ഇല്ല. സോ എപ്പോഴും എന്താ ചെയ്യുക, എത്ര പേരെയാണോ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് അതിന്റെ അവസാനത്തെ മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ്. ക്ലിയർ ആണല്ലോ? യെസ്. ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ജോബ് ഉറപ്പാണോ? അതിന്റെ ആൻസർ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. കാരണം എന്താ, 500 പേരെ റാങ്ക് ലിസ്റ്റ് ഇട്ടു, 100 പേരെ വേക്കൻസി ഉള്ളൂ. അപ്പൊ 100 പേർക്കല്ലേ ജോലി കിട്ടുള്ളൂ, ശരിയല്ലേ? അപ്പൊ അതിനകത്ത് പലരും 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് വേറെ ഏതെങ്കിലും ജോലി കിട്ടിയ ആൾക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ജോലിക്ക് കയറണമെന്നില്ല. അപ്പൊ 101ാമത്തെ ആൾക്ക് ജോലി കിട്ടാം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഇടയിൽ ചില ആൾക്കാർക്ക് ഈ ജോലി വേണ്ട എന്ന ആഗ്രഹം, ഈ ജോലി വേണ്ട, എനിക്ക് വേറെ ജോലി മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ചിലവർ ഓൾറെഡി ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ ജോലി വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അങ്ങനെ പോയി എന്ത് ചെയ്യാം, ചിലപ്പോൾ അതിനിടയിൽ പുതിയ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. 100 വേക്കൻസി ആണെങ്കിൽ ഇപ്പൊ 100 വേക്കൻസി നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ ചിലപ്പോൾ ഒരു 10 വേക്കൻസി 50 വേക്കൻസി ഒക്കെ പുതിയത് വന്നേക്കാം. അപ്പോ അത്തരം ആൾക്കാരൊക്കെ എടുക്കും. അതിനർത്ഥം റാങ്ക് ലിസ്റ്റുള്ള എല്ലാവരും കിട്ടുന്നതാണോ? അല്ല. എപ്പോഴും നോക്കേണ്ടത് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഭാഗങ്ങളിലുള്ളവർക്ക് പലപ്പോഴും ജോലി കിട്ടാറില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ചില റാങ്ക് ലിസ്റ്റുകൾ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ചിലപ്പോൾ 500 വേക്കൻസി ആയിരിക്കും. അതുകൊണ്ട് 1000 പേരുടെ റാങ്ക് ലിസ്റ്റ് കിട്ടും. 1000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ 500 പേരിൽ കുറേ പേര് കൊഴിഞ്ഞു പോയി. കുറേ എക്സാമ്പിൾ വേറൊക്കെ എക്സാം എഴുതി കുറേ പേര് പോയി. 3 വർഷത്തെ കാലാവധി റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. 3 വർഷത്തിനുള്ളിൽ കുറേ ഗവൺമെന്റ് ഓഫീസുകൾ പുതിയത് വന്നു, പുതിയ കുറേ തസ്തികകൾ സൃഷ്ടിച്ചു. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോ ഈ 1000 പേർക്കും ചിലപ്പോൾ ജോലി കിട്ടിയേക്കാം. 1000 പേർക്കും ചിലപ്പോൾ ജോലി കിട്ടിയേക്കാം. 3 വർഷം എടുക്കുന്നതിൽ ചിലപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ ഈ 1000 പേർക്കും ജോലി കിട്ടി റാങ്ക് ലിസ്റ്റേ തീർന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. പക്ഷെ റയറസ്റ്റ് ഓഫ് റയർ കേസസ്. ഓക്കെ, കൂടുതൽ സാഹചര്യങ്ങളിലും ആദ്യ റാങ്കുകളിൽ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കാം. സിംസാർ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ക്ലിയർ അല്ലേ? അടുത്തത് ലിയൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഡൗട്ടും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ വന്നേക്കാം. ആ ചോദ്യം കാണുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. ഏറ്റവും അടുത്ത ഡേറ്റ്സിൽ വിളിക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ലിയണ, അതാണ് ഞാൻ പറഞ്ഞത്. 10th ലെവലാണ് മെവുക്ക് LD, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ ഈ വർഷം അവസാനം നവംബർ ഡിസംബറോട് കൂടിയിട്ടാണ് സാധാരണ PSC കൂടുതൽ നോട്ടിഫിക്കേഷൻസ് വരുത്താറുള്ളത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ അവസാനം എന്ന് പറയുന്നത്. അടുത്ത വർഷം നടക്കുന്ന എക്സാമുകളുടെ നോട്ടിഫിക്കേഷനുകൾ ഈ വർഷം വരും. അത് വരാനുള്ളത് ഇനി ഈ പറഞ്ഞതുപോലെ ബെവ്കു LDs വരാനുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, ഡിഗ്രി ലെവലാണെങ്കിൽ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് വരാനുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനുണ്ട്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എല്ലാ വർഷവും വരുന്നതാണ്. പിന്നെ 12th ലെവൽ എക്സാമുകളാണെങ്കിൽ CPOയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 year ആണ്, എല്ലാ വർഷവും വരും. അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടില്ല, ഈ വർഷം വിളിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം പോസ്റ്റുകളെല്ലാം ഈ വർഷം നവംബർ ഡിസംബറോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ. സിവിൽ എക്സൈസ് ഡിഗ്രി സിവിൽ എക്സൈസ് ഓഫീസർ 12th, എക്സൈസ് ഇൻസ്പെക്ടർ ഡിഗ്രി ലെവലുമാണ് കേട്ടോ. എക്സൈസിൽ തന്നെ നമ്മുടെ പോലീസിലെ സബ് ഇൻസ്പെക്ടറും CPOയും പറയുന്നത് പോലെയാണ്. സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്? CEO എന്ന് പറയുന്നത് CPOന്റെ ഈക്വലന്റ് ആണ്. സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് അല്ല, എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലാണ് കേട്ടോ. എങ്കിൽ സബ് ഇൻസ്പെക്ടർ എക്സൈസിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നോ അതോ ഡേറ്റ് കഴിഞ്ഞോ 2025-26 ഉണ്ടാകുമോ? വരും. ഓൾറെഡി SIDയും എക്സൈസിന്റെ 2024 നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതിന്റെ എക്സാമുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ പ്രിലിംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് SID ഒക്കെ. അപ്പോൾ ഇതിന്റെ അടുത്ത എക്സാം എന്ന് പറയുന്നത് ഈ വർഷം അവസാന നോട്ടിഫിക്കേഷൻ വരും. അടുത്ത വർഷം എന്റെ എക്സാം ഉണ്ടാവും. എല്ലാ വർഷവും വിളിക്കുന്നതാണ്. SIയും എക്സൈസ് ഇൻസ്പെക്ടറും എല്ലാം എല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ. വേക്കൻസിക്ക് അനുസരിച്ചാണ് ഷോർട്ട് ലിസ്റ്റ് കണക്കാക്കുന്നത്. അതേ സിംസാർ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഒന്നിലോ ആന്റിസിപ്പേറ്റഡ് വേക്കൻസികൾ അടുത്തൊരു 3 വർഷ കാലയളവിൽ വരാൻ സാധ്യതയുള്ള വേക്കൻസി എത്രയാണോ അതനുസരിച്ച് അതിന്റെ ഇത്ര മൾട്ടിപ്പിൾസ് ഓഫ് നമ്പേഴ്സ് അത്ര ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എത്രത്തോളം വേക്കൻസികൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും പോയി, എത്ര അഡ്വൈസുകൾ പോയി എന്നുള്ള കണക്കെടുത്തിട്ടും സാധാരണ PSC നോക്കാറുണ്ട്.
യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോഴ്സ് ഉണ്ടെങ്കിൽ ഫീസ് എത്രയാണ്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോഴ്സ് ഉണ്ട് കേട്ടോ. ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വർഷത്തേക്കുള്ള എല്ലാ എക്സാമുകൾക്കും കോഴ്സ് ഓൾറെഡി ആപ്പിനകത്ത് അവൈലബിൾ ആണ്. റെക്കോർഡ് വേർഷൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡേ വൈസ് ഫോൾഡറുകളും റിവിഷൻ ടെസ്റ്റുകളും എല്ലാം ആക്കിയിട്ടുള്ള കോഴ്സുകളാണ്. വളരെ മിനിമം കോഴ്സുകളാണ്. എല്ലാത്തിനും മിനിമം റേറ്റുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന, കുറഞ്ഞ തുകയ്ക്ക് പഠിക്കാവുന്ന രീതിയിൽ, എന്നാൽ കണ്ടന്റുകൾക്ക് അത് ഒട്ടും കുറവുണ്ടാവില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫീസുകളുടെ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാം അവസാനം പറഞ്ഞുതരാം കേട്ടോ. ഓൾറെഡി അപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ദെൻ അതോടൊപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്യും, അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് ഒരു ടൈപ്പ് ഓഫ് ഓഫേഴ്സ് എല്ലാം തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അഡോബ് LDC 2027 കോഴ്സ് എടുത്താൽ പിന്നെ സെപ്പറേറ്റ് വേറെ ഓരോ എക്സാമിനും കോഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? സെയിം സിലബസ് അല്ലേ? അഞ്ജലി, അതെന്താ പ്രശ്നം? 2027 LDC എക്സാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ ദിവസത്തെയും കോഴ്സുകളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം 2027 എക്സാം അല്ലേ. ഇപ്പൊ നമ്മളെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ടച്ച് വിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ആ എക്സാമിനനുസരിച്ച് നമ്മൾ ഒരു ദിവസം 4 ചെറിയ 20 to 30 മിനിറ്റ് ക്ലാസ് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു 4 ക്ലാസ്സസ് അതിന്റെ PDF നോട്ട്, നെക്സ്റ്റ് ഡേ 4 ക്ലാസ് അതിന്റെ PDF നോട്ട്, ആ രീതിയിലായിരിക്കും ആ കോഴ്സ് പോകുന്നുണ്ടാവുക. അതേ പേസിലായിരിക്കില്ല അടുത്ത വർഷം എക്സാമിനുള്ള പേസ് പോകുന്നുണ്ടാവുക. പക്ഷെ ഓൾമോസ്റ്റ് എനിക്ക് 2026 എക്സാമിന് മുമ്പൊക്കെ അതിന്റെ സിലബസ് തീരേണ്ടതാണ്. പക്ഷെ എങ്കിലും നമ്മുടെ ഫോക്കസ് എപ്പോഴും 2027 ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത്രേ ഉള്ളൂ. സിലബസ് ഈ സെയിം സിലബസ് ആയിരുന്നു. VFA പോലുള്ള എക്സാമുകൾക്കൊക്കെ LDC 2027 കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, WCPO 157 സെന്റിമീറ്റർ ഹൈറ്റ് നിർബന്ധം ആണോ? OBC ആണ്. അത് ഓരോ എക്സാമിനും, ഇപ്പൊ WCPOന്റെ എക്സാമുകളും അതുപോലെ ഓരോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസിനകത്ത് അതിന്റെ എന്ത് വരുന്നുണ്ട്, എത്ര ഹൈറ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റുകളുള്ള എക്സാമുകളൊക്കെ ഇതുപോലെ CPO പോലുള്ള എക്സാമുകൾക്കെല്ലാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിനെല്ലാം എന്ത് പറയുന്നുണ്ട്, ഹൈറ്റ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ എക്സാമിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ജനറൽ കാറ്റഗറിക്കുള്ള അതേ ഹൈറ്റ് ആയിരിക്കില്ല. OBC SC പോലെയുള്ള കാറ്റഗറിക്ക് ചെറിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവും, വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഉണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് WCPO 2023 നോട്ടിഫിക്കേഷൻ, കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ 24 നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ കേട്ടോ. കിട്ടിയില്ലെങ്കിൽ പറയൂ, ഞാൻ പറഞ്ഞുതരാം. ദെൻ ലാബ് അസിസ്റ്റന്റ് എക്സാം 2026 വരാൻ ചാൻസ് ഇല്ലേ? 2026 ലാബ് അസിസ്റ്റന്റ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലാബ് അസിസ്റ്റന്റ് എക്സാം ഇപ്പതാ ജസ്റ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ അത് കാരണം കൊണ്ട് തന്നെ അതിന്റെ 2026 ഇനി ഒരു ലാബ് അസിസ്റ്റന്റ് വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, 3 വർഷമാണ് കാലാവധി. വുമൻസിന് WCPO ഉള്ളത് വേറെ ഏത് ഫോഴ്സ് ജോബ് ആണ് കിട്ടാൻ ഏറ്റവും ചാൻസ്? മോർ വേക്കൻസി ലെസ് കോമ്പറ്റീഷൻ. മോർ വേക്കൻസി ലെസ് കോമ്പറ്റീഷൻ ആയിട്ട് വുമണിന് കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റ് വുമൻ CPO മാത്രമാണ്. ബാക്കിയുള്ളതിനകത്തല്ല. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു വുമൺ പ്രിസൺ ഓഫീസർ. പ്രിസൺ ഓഫീസർ കുറച്ചും കൂടി വുമൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക കുറച്ചും കൂടി കിട്ടാൻ സാധ്യതയും, അതുപോലെ തന്നെ WCPO കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കിട്ടാനുള്ള സാധ്യത കൂടുതലും കോമ്പറ്റീഷൻ കുറവുള്ളത് വുമൺ പ്രിസൺ ഓഫീസറാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സാധ്യത WCPO തന്നെയാണ്. ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച വേക്കൻസി നോട്ടിഫിക്കേഷൻ എല്ലാം വന്നതാണോ? അല്ലല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് 10th ലെവൽ, ഡിഗ്രി ലെവൽ, +2 ലെവലൊക്കെ ഏതൊക്കെ എക്സാമുകളാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സ്ക്രീനിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഇതിലെ കുറെ എക്സാമുകൾക്ക് അപ്ലൈ ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. SBCD ഓൾറെഡി വന്നു, അത് എന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു. സബ് ഇൻസ്പെക്ടർ ഇനി വരും, എക്സൈസ് ഇൻസ്പെക്ടർ ഇപ്പോൾ വരും. സെക്രട്ടറി ടെസ്റ്റിന് ഓൾറെഡി ഈ വർഷത്തെ കഴിഞ്ഞു, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഓരോ എക്സാമുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ +2 ലെവൽ എക്സാം എല്ലാ വർഷവും വരും. 10th ലെവൽ ഞാൻ പറഞ്ഞല്ലോ, LDC ഇനി വരാണ് 2027 അടുത്ത ജനറൽ വേരിയസ് LDC വരാനുള്ളത്. 26 അടുത്ത വർഷമാണ് നോട്ടിഫിക്കേഷൻ വരിക. ബെവ്കോ LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ വർഷം വരും. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 3 വർഷത്തെ കാലാവധിയാണ്. ഈ വർഷം എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സമയം എടുക്കും. അടുത്ത ഈ പറഞ്ഞ 2027, 28 ആ 27ലേക്ക് എക്സാം പ്രതീക്ഷിച്ചാൽ മതി. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോ ജസ്റ്റ് നടക്കാൻ പോകുന്നുള്ളൂ, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, വരാൻ പോകുന്നുള്ളൂ. ഈ വർഷമാണ് അതിന്റെ എക്സാം. അപ്പൊ അത് കാരണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ സമയം എടുക്കും. ദെൻ ഓഫീസ് അറ്റൻഡന്റും ഈ വർഷം സെക്രട്ടറിന്റെ ഓഫീസ് അറ്റൻഡന്റ് എക്സാം ഇപ്പോ നടന്നേ ഉള്ളൂ. അപ്പൊ അത് കാരണം അത് സമയം എടുക്കും. LGS 2027 വരും. LDCയോടൊപ്പം തന്നെ LGS ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ചില എക്സാംസിന് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം ഇത് മാർക്ക് വേണം എന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയല്ല, എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് ഉള്ള എക്സാം ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ CPOക്ക് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതിനർത്ഥം ആ 20 മാർക്കിൽ നിന്ന് ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം അങ്ങനെയൊന്നുമില്ല.
ടോട്ടൽ 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ 100 ക്വസ്റ്റ്യൻസിന് ടോട്ടൽ മാർക്കേ നോക്കുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്കിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്നും എടുത്ത് നോക്കുന്നില്ല കേട്ടോ. എക്സാം കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരാൻ എത്ര ടൈം എടുക്കും? ഡിപ്പെൻഡ്സ്. ആ എക്സാമിനനുസരിച്ച് വരും. എപ്പോഴും ഒരു LDCയുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് എടുക്കാം ഒന്ന് എക്സാമ്പിളിന്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് LDCയുടെ റാങ്ക് ലിസ്റ്റ് ഈ വർഷം ഓഗസ്റ്റിൽ അവസാനിക്കും. അപ്പോൾ ഓഗസ്റ്റ് ഒരു 4-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതെങ്കിൽ ശരിക്കും PSCയുടെ നോംസ് പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് 4-ാം തീയതിയിലേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് വിട്ടാൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു ജൂലൈ അവസാനത്തോടു കൂടി ഓഗസ്റ്റ് 4-ാം തീയതി നിലവിൽ വരുന്ന രീതിയിൽ തന്നെ ഇപ്രാവശ്യം എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അതുപോലെ തന്നെയാണ് എല്ലാ എക്സാമുകളും. കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഡേറ്റ് എന്നാണോ ആ ഡേറ്റിലേക്കാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരിക. ഓക്കെ, സോ എക്സാം മനസ്സിലായല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഏകദേശം ഒരു വർഷത്തോളം സമയം വരാറുണ്ട്. കാരണം ഇപ്പൊ 2025 ഓഗസ്റ്റില് റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളത് കൊണ്ടാണ് 2024 തന്നെ എന്ത് ചെയ്യുന്നത്, എക്സാംസ് നടത്തുന്നതും അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതും അങ്ങനെയുള്ള കുറെ പ്രൊസീജിയറുകളുണ്ട്, അതെല്ലാം നടത്തി പോകുന്നത് കേട്ടോ. ദെൻ സർ, കോഴ്സിന്റെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ലേ? സാധാരണ എങ്ങനെയാണ് അത് ചോദിക്കാറ്? കോഴ്സിന്റെ ഒന്ന് ഉദ്ദേശിച്ചത് സിലബസിന്റെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത് അല്ലെ. സിലബസിന്റെ പുറത്താണോ കോഴ്സിന്റെ പുറത്താണോ? എന്തായാലും ഞാൻ പറയട്ടെ, ഒരു സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് PSC നോർമലി ചോദിക്കുന്നത്. ആ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെയാണ് അഡ്ഹോക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോഴ്സസ് നടത്തുന്നത്. എങ്കിലും ഞാൻ പറയില്ലേ, നമ്മുടെ മറ്റേ ഇതിന്റെ ഹാർപ്പിക്കിന്റെ ഒക്കെ പരിസരതുപോലെ ഒരു കീടാണ് മാത്രം ബാക്കി നിൽക്കുന്നത് പോലെ അങ്ങനെ ചില കണ്ടന്റുകളൊക്കെ ഉണ്ടാവാം, അത്തരത്തിലുള്ള ചില ഭാഗങ്ങളൊക്കെ സിലബസിൽ ഉണ്ടാവാം. പക്ഷെ അതിൽ നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാതെ മാക്സിമം കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. 100% പഠിച്ചു പോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല. അത് ഞാൻ പറഞ്ഞ എക്സാം മാർക്ക് പോയിന്റ് ഓഫ് വ്യൂവിലെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം നോക്കി പഠിക്കാം. പിന്നെ ഒരു കാര്യം തന്നെ, സിലബസിന്റെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് സിലബസ് നോക്കിയിട്ട് തന്നെയാണ് ഒരുവിധം എല്ലാവരും പഠിക്കുക. അപ്പോൾ സിലബസിനകത്ത് നിന്നുകൊണ്ട് തന്നെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാരും പഠിക്കുക എന്നുള്ളത് തന്നെ കൊണ്ട് തന്നെ 1-2 ക്വസ്റ്റ്യൻസ് പുറത്തുനിന്ന് വന്നുകൊണ്ട് അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ITC സിവിൽക്കാർക്ക് ഏതൊക്കെ എക്സാം എഴുതാം? ITC സിവിലുകാർക്ക് ITC 12th കഴിഞ്ഞിട്ടുള്ള ITC ആണെങ്കിൽ 12th ലെവലിലും 10th ലെവലിലും ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സാമുകളും എഴുതാം. അതുകൂടാതെ ITC സിവിൽ എന്ന് പറയുന്ന കാറ്റഗറിക്ക് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ റയർ ആയിട്ടുള്ള ഏതൊക്കെ കോഴ്സുകളാണ് വരുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ഇതിനനുസരിച്ച് പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ITC നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടാവും. അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം അത്തരത്തിലുള്ള അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് എക്സാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ അധികം ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഒരുപാട് എക്സാമുകളുണ്ട്. അതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ തന്നെ അത് റിസർച്ച് ചെയ്യേണ്ടി വരും. അനീസ, I am 33 years old ഗ്രാജുവേറ്റ്, എനിക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ഏതൊക്കെയാണ്? ഇതിനകത്ത് ഗ്രാജുവേറ്റ് അല്ലേ പറഞ്ഞത്? ഒരുവിധ എല്ലാ ജനറൽ എക്സാമുകളും 33 വയസ്സ് അല്ലായിട്ടുള്ളൂ, 36 വയസ്സ് വരെ സമയമുണ്ട്, 36 വയസ്സ് വരെ സമയമുണ്ട്. ജനറൽ ആണെങ്കിൽ, ജനറൽ അല്ലെങ്കിൽ OBC ആണെങ്കിൽ 3 വർഷം കൂടി എഴുതാം, SC/ST ആണെങ്കിൽ 5 വർഷം എക്സ്ട്രാ കിട്ടും. എങ്കിലും 33 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഏജ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരുപാട് പേരുണ്ട് 36, 38, 39, 40 വയസ്സിൽ ജോലിക്ക് കയറിയവര്. അതിന് കാരണം 36 വയസ്സിന് മുമ്പ് എക്സാം എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി 3 വർഷമൊക്കെ ആയിരിക്കും. അവസാന സമയത്തായിരിക്കും ചിലപ്പോൾ ജോലിക്ക് കിട്ടിയിട്ടുണ്ടാവുക. എങ്കിലും ഈ പറയുന്ന പ്രായത്തിലെല്ലാം ജോലിക്ക് കയറുന്ന ഒരുപാട് പേരുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 2025-26 സബ് ഇൻസ്പെക്ടർ എക്സൈസ് നോട്ടിഫിക്കേഷൻ വന്നോ? ഡേറ്റ് കഴിഞ്ഞു? വന്നിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ കേട്ടോ, ഡിസംബറിൽ വരും. ടൈപ്പിസ്റ്റ് മേഖല ഒന്ന് വിവരിക്കാമോ? കൂടുതൽ വേക്കൻസി ഉണ്ടാവുന്നതാണോ? ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പോസ്റ്റ് ആണ്. ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അതിനകത്ത് വേക്കൻസികൾ ഉണ്ട്. പക്ഷെ നോർമൽ LDCയിൽ അത്രയും വേക്കൻസി ഇല്ലെങ്കിൽ പോലും ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ജനറൽ ടോപ്പിക് അല്ല, ഞാൻ പറഞ്ഞ അതേഴ്സിൽ വരുന്നതാണ്. എങ്കിലും അതേഴ്സിൽ കൂടുതൽ വേക്കൻസികൾ വരുന്ന ഒരു മേഖല തന്നെയാണ് ടൈപ്പിസ്റ്റ് കേട്ടോ. LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിലും ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് LD ടൈപ്പിസ്റ്റ് എന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരള PSC PDF നോട്ടിഫിക്കേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം പിന്നീട് കേട്ടോ. ആരതി സാർ, ഞാൻ ഇതുവരെ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ല, എപ്പോഴാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത്? ആരതി,
പറ്റുമെങ്കിൽ നാളെ തന്നെ എന്ത് ചെയ്യുക, ഒരു കഫേയിൽ പോവുക, എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ വരുന്ന എക്സാമുകളെല്ലാം അപ്ലൈ ചെയ്യുക. നവംബർ ഡിസംബറോട് കൂടിയിട്ടാണ് കൂടുതൽ എക്സാമുകൾ അപ്ലൈ ചെയ്യാനായിട്ട് വരിക, നോട്ടിഫിക്കേഷൻസ് വരിക. ചിലപ്പോൾ അതിന് മുമ്പും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തേക്കാം. എന്തായാലും എത്രയും പെട്ടെന്ന് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ മാസവും എന്ത് ചെയ്യുക, നമ്മൾ മറ്റേ മൊയ്തീൻ കാഞ്ചനമാലയ്ക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ ഓരോ മാസം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രൊഫൈല്. യെസ്. ദെൻ അഞ്ജലി ശരത്, വില്ലേജ് ഫീൽഡ് ബെവ്കോ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാകാറുണ്ടോ? ബെവ്കോ അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെവ്കോന് നോർമൽ സിലബസ് തന്നെയാണ്, ജനറൽ സിലബസ് ആണ്. പക്ഷെ എപ്പോഴാണെങ്കിലും PSC ഇതും മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഡീറ്റെയിൽസ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഇപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം 3 വർഷം കഴിഞ്ഞിട്ട് ഇനി എക്സാം ഉണ്ടാവുള്ളൂ. ഒരു 10th ലെവൽ എക്സാം ആണ്, LDC പോലുള്ള ഒരു എക്സാം ആണ്. അപ്പോ അത്രയും മതി. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നതിനേക്കാൾ അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. LDC പോലെയുള്ള എക്സാമുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ആദ്യം വരുന്ന 10th ലെവൽ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് എത്താനായിട്ട് ശ്രമിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാനേക്കാൾ നല്ല ജോലിയാണ് എന്തുകൊണ്ടും LDC പോലുള്ള എക്സാമുകൾ കേട്ടോ. PSC എക്സാം പാസ്സാവാൻ എത്ര മാർക്ക് വേണം? വിജിനി മോൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസിന്റെ സെഷന്റെ ഇടയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സാമിന്റെ മാർക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്തോളൂ, ജസ്റ്റ് ഇതിന്റെ റെക്കോർഡ് കിട്ടുമെന്ന് പറഞ്ഞോളൂ കേട്ടോ. നോക്കിക്കോളൂ, ഒന്ന് റെക്കോർഡഡ് വേർഷനിൽ ഒന്നുകൂടി കേട്ടൊന്ന് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്തതിന് സമയം വെറുതെ പോകുന്നതായിരിക്കും. ഓക്കെ. ദെൻ PSC ബിഗിനർ ആണ്, PSC പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം, പ്ലീസ് റിപ്ലൈ സാർ. +2 എഴുതാൻ പറ്റിയ എക്സാം ഏതൊക്കെ? ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ടായിരിക്കും. എല്ലാം എന്ത് ചെയ്യുക, കണ്ടു നോക്കുക കേട്ടോ. സിവിൽ എക്സൈസ് 12 ഉള്ള ആർക്കും എഴുതിക്കൂടെ? യെസ്, എഴുതാം കേട്ടോ. 12ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഏജ് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഉണ്ട്, അത് വെച്ചിട്ട് എഴുതാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനകത്ത് ഒന്ന് നോക്കണം. ഹൈറ്റ് വേണം. ഓക്കെ. ദെൻ കൺഫർമേഷൻ വരുമ്പോൾ അല്ലെ സിലബസ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് എത്ര ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവാറ്? നോർമലി കൺഫർമേഷന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ എക്സാം നമ്മൾ ഈ അടുത്തായിട്ട് സിലബസ് ഒരു എല്ലാ എക്സാമുകളിലും മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമുകളുടെ സിലബസ് തന്നെയായിരിക്കും. ഒരുവിധം എല്ലാ സിലബസ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി പുതിയ സിലബസ് വരാനുള്ള സാധ്യതയില്ല. ഇപ്പൊ എന്താണോ സിലബസ് ഉണ്ടായിരുന്നത് അതേ സിലബസ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾക്ക് വരാനുള്ള സാധ്യത. ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഏതെങ്കിലും എക്സാമിന് വന്നാലേ ഉള്ളൂ. ബാക്കി എല്ലാം പുതുക്കിയ ഏറ്റവും പുതിയ സിലബസ് ആണ് കേട്ടോ. സർ PDF കിട്ടുമോ? എന്തിന്റെ PDF ആയിരുന്നു ആരതി? ഈ റേഞ്ച് പോകുന്നു, കേൾക്കുന്നില്ല. വിജിനിമോൾ പേടിക്കണ്ട, ഇത് കഴിഞ്ഞ റെക്കോർഡ് സെഷന്റെ തരാം. അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കേട്ടോളൂ. ദെൻ തസ്ദീല, നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണോ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത്? നോ, നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ കബീർദാസ് പറഞ്ഞിട്ടില്ലേ, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യാം, അല്ലെ? അതായിരിക്കണം നമ്മുടെ പോയിന്റ്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതായിരിക്കണം. എപ്പോഴും വീട്ടിൽ പറയുന്ന അല്ലേ, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെക്കാതെ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ട. പഠിക്കാനുള്ളത് ഇപ്പോൾ തന്നെ. റേസ് ആണ്, ദിസ് ഇസ് എ റേസ്, അല്ലെ? ഇതൊരു റേസ് ആണ്. നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റേസ് നമ്മളൊരു 1500 മീറ്റർ ഓടാൻ നിൽക്കുക. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറയാണ് വിസിലടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഓടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഓടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് അല്ലേ? മറ്റുള്ളവർക്ക് പിന്നാലെ ഓടി വരട്ടെ, പ്രതി നമ്മൾ ഓടിയെത്തില്ലേ? സോ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ. NCERT ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഒരു നിർബന്ധവുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരുപാട് പോയിന്റ്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ NCERT ബുക്കുകൾ മുഴുവൻ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. അത് NCERT ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. NCERT മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. SCERT NCERT മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ അത് മുഴുവൻ പഠിച്ചതിന് ജോലി കിട്ടുക വെച്ചാൽ അതുമില്ല. സോ എന്ത് വേണം? NCERT, SCERT, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സിലബസിൽ പറയുന്ന മറ്റു കാര്യം, റാങ്ക് ഫയലുകൾ, ഇതെല്ലാത്തിന്റെ ഒരു കമ്പൈൻഡ് സ്റ്റഡിയാ വേണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് നമ്മളൊരു കോഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ദെൻ SCERT ഫുൾ കവർ ചെയ്യണോ? അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ ഓൾറെഡി തന്നു. എല്ലാ എക്സാമിനും ഏകദേശം സെയിം സിലബസ് ആണോ? ഡിഫറെന്റ് ആണ്. കുറെ ഭാഗങ്ങളൊക്കെ സെയിം. അപ്പൊ ഹിസ്റ്ററി ഒരുവിധം എല്ലാത്തിലും, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ ഒരുവിധം എല്ലാം സെയിം ആണ്. പക്ഷെ ചില എക്സാമുകൾക്ക് ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ വരുന്നത് ഒരുവിധം എല്ലായിടത്തും സെയിം ആണ്. പക്ഷെ ചില എക്സാമുകൾക്ക് ചില ഭാഗം, ഇപ്പൊ സയൻസിന്റെ ഭാഗങ്ങൾ ചിലത് മാറും, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ചില സമയത്ത് മാറും, കറണ്ട് അഫയേഴ്സിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാവാം ചിലതിന്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് മാറാം, അല്ലെ? അപ്പൊ അത്തരത്തില് ചില മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഡെപ്തിലും വ്യത്യാസം ഉണ്ടാവും. ചിലത് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാം.
സിലബസ് നോക്കി പഠിച്ചാൽ ഓക്കെ ആവുമായിരിക്കും അല്ലെ? യെസ്, അതാണ് സിലബസ് നോക്കി തന്നെയാണ് പഠിക്കേണ്ടത്. സിലബസിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിനുള്ള എവിടെ നിന്നൊക്കെ കണ്ടന്റുകൾ കിട്ടുമോ അവിടെ നിന്നല്ല പഠിക്കുക. പക്ഷെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞ കാര്യം റിവിഷൻ ആണ്. എന്തൊക്കെ പഠിച്ചാലും റിവൈസ് ചെയ്യുക. കുറെ അവിടെ നിന്ന് ഇവിടുന്ന് വാരി വലിപ്പ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, കുറെ വർഷങ്ങൾ പോകുന്നേ ഉള്ളൂ. റിവിഷൻ കൃത്യമായിട്ട് നോക്കുക. സിലബസിൽ എപ്പോഴും അത് ഏരിയയിൽ നിന്ന് കവർ ചെയ്ത് തുടങ്ങേണ്ടത് നല്ലത്. സിലബസിൽ നിന്ന് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ടോപ്പിക്കിന്റെയും ബേസ് മുതൽ പഠിച്ചു തുടങ്ങുക. അതായത് ഹിസ്റ്ററി മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഹിസ്റ്ററി പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം എക്സാം പറയുണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതിന് മാർക്ക് സ്കോറിംഗ് ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കോഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ ഞാൻ നമ്മുടെ കോഴ്സിന്റെ ഫീസും കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കാര്യങ്ങൾ ഞാൻ എക്സലന്റ് പ്രസന്റേഷൻ ഇൻസ്പിറേഷൻ ടോക്ക്. താങ്ക് യു. നിങ്ങളുടെ ഓരോ വാക്കുകളും എനിക്കും വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ കോഴ്സിന്റെ ഡീറ്റെയിൽസും കൂടി പറയാം. നിങ്ങൾ ഇത്രയും നാളെ നേരെ വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഒരു ഓഫർ കൂടി നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മുടെ കോഴ്സിന്റെ 2026 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തുമാത്രമാണ്, 1699 രൂപ മാത്രമാണ് കോഴ്സ് ഫീസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കൊടുക്കുന്ന ഓഫറാണ്. അതിനേക്കാൾ റേറ്റ് ചിലപ്പോൾ കൂടിയേക്കാം, ഭാവിയിൽ റേറ്റ് കൂടിയേക്കാം. ഇപ്പോൾ 1699 രൂപയ്ക്കാണ്. മന്ത്ലി ഫീസ് ഒന്നുമല്ല, അപ് ടു എക്സാം ആണ്. അടുത്ത വർഷം എക്സാം നടക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കേട്ടോ. ഇതാണ് ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് VFA ഡിഗ്രി ലെവൽ എക്സാം ആണ് ഞാൻ പറഞ്ഞത്. 10th ലെവലിലെ VFA BevCo-LD പോലെയുള്ള 2026 കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് 1299 രൂപ മാത്രമാണ്. 1299 രൂപയ്ക്കാണ് ആ ഒരു കോഴ്സ് നമ്മൾ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ 2 കോഴ്സാണ് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോ നിലവിലുള്ളത്. ദെൻ ഭാവിയിലെ ഇപ്പോൾ ഓൾറെഡി CPO ഒക്കെ എക്സാം നടക്കാൻ ഇരിക്കുന്നത് കൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള CPO തുടങ്ങുന്നേ ഉള്ളൂ. അധികം വൈകാതെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ 2 കോഴ്സുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കിട്ടാവുന്ന ആപ്പിനകത്ത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഫീസ് പോലും നിങ്ങൾക്ക് തരേണ്ടതില്ല. ഈ ഫീസിനകത്ത് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, കുറച്ച് തരികയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഫീസ് ഒന്നുകൂടി പറയണം എന്ന് പറയുന്നത് 1699 ഡിഗ്രി ലെവൽ 2026 കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 10th ലെവലിലെ 2026 നടക്കുന്ന VFA BevCo പോലുള്ള പോസ്റ്റുകൾക്കുള്ള ഫീസാണ് 1299. അതോടൊപ്പം തന്നെ LDC 2027 LDC 2027 LDC എക്സാം വരെ നിങ്ങൾക്ക് എഴുതാവുന്ന കോഴ്സാണ്. അതിന് 1599 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. ഇത്രേ ആദ്യ ഫീസ് വരുന്നത്. അപ് ടു എക്സാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ PDF ക്ലാസ്സുകളും നോട്ടുകളും അതുപോലെ റെക്കോർഡ് ക്ലാസ്സസും എക്സാമുകളും എല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ഫീസ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇത്രയും നേരം ഈ ക്ലാസ് കണ്ട ആൾക്കാർക്ക് ഒരു 10 മിനിറ്റ് സമയത്തെ ഒരു ഓഫർ കൂടി നമ്മൾ തരികയാണ്. ഇത്രേ ഉള്ളൂ. ഈ 1599 കോഴ്സിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലെ 1699 കോഴ്സ്, ഈ 2 കോഴ്സുകൾക്കും നിങ്ങൾ ഇപ്പോ ഈ ക്ലാസ് അവസാനം വരെ കേട്ടവര് ഒരു 10 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് തരുന്നത്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഫീസ് പേ ചെയ്യുകയാണ്. ഈ കോഴ്സിനകത്തേക്ക് നിങ്ങൾ കയറാൻ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 1000 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. ഇത് പുറത്തുള്ള ആർക്കും തന്നെ ഈ ഓഫർ കൊടുക്കുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫറാണ് ഇത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് GPay ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ എക്സാമും അതുപോലെ തന്നെ 2027 LDC എക്സാമിനുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് 750 റുപ്പീസിന് 750 രൂപയ്ക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന VFA അതുപോലെ തന്നെ 2026 നടക്കുന്ന VFA BevCo-LD എക്സാമുകളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, പേയ്മെന്റ് അയച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചാറ്റ് ബോക്സിനകത്ത് തന്നെ പേ ചെയ്തിട്ടുള്ളവര് ആ പേയ്മെന്റ് എമൗണ്ടും നിങ്ങളുടെ പേരും മാത്രം ഒന്ന് അയച്ചിടാം. നിങ്ങളുടെ പേരും നിങ്ങളുടെ പേയ്മെന്റ് എമൗണ്ടും നിർബന്ധമായിട്ടും ഈ ചാറ്റിനകത്ത് നിങ്ങൾ ഇടേണ്ടതാണ് കേട്ടോ. ഇപ്പൊ 9:18 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9:28 വരെ സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഈ കോഴ്സ് ഉള്ള ആപ്പ് ത്രൂ ആണ് ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് ഇല്ല.
ലൈവ് ക്ലാസ് ഇല്ല, കംപ്ലീറ്റ്ലി നമ്മൾ റെക്കോർഡഡ് ആണ്. ലൈവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ലൈവ് നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ലൈവ് ക്ലോസസ് പണ്ട് നടത്തിയിരുന്നു PSC എക്സാമുകൾ, നോർമൽ PSC എക്സാമുകൾക്ക്. ലീഗൽ അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകൾക്ക് നമ്മൾ ലൈവ് ക്ലോസസ് ഇപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നോർമൽ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ലൈവ് നടത്തുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത് ലൈവ് എന്ന് പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് റെക്കോർഡഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ സമയം എടുത്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത് ഈ പറയുന്ന റെക്കോർഡഡ് സെഷൻസ് ആണ്. അതുകൊണ്ടാണ് റെക്കോർഡ് സെഷൻസിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തത്. മാത്രമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവിൽ നിങ്ങൾക്ക് തരാനും സാധിക്കുന്നത്. നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഡൗട്ടുകളെല്ലാം ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ എക്സാം നമ്മുടെ ഇതിനകത്ത് തന്നെ എന്താണ് നമ്മുടെ ആപ്പിനകത്ത് തന്നെ വാട്സ്ആപ്പ് ചാറ്റും അതുപോലെ തന്നെയുള്ള ചാറ്റ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്ഹോക്ക് ലേണിംഗ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ലോഗോ ഇതാണ്, അഡ്ഹോക്ക് ലേണിംഗ്. വേറെ കളറിലായിരിക്കും, ബ്ലൂ കളറിൽ, വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലായിരിക്കും ലോഗോ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആവുക. അഡ്ഹോക്ക് ലേണിംഗിന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ പേയ്മെന്റ് എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിൾ പേയിലെ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് അയച്ചതിന് ശേഷം പേരും അതുപോലെ തന്നെ നിങ്ങൾ പേ ചെയ്ത എമൗണ്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഞങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുകയും ആ പേയ്മെന്റിലേക്ക് നമ്പറിലേക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ കോൾ ചെയ്യുകയും ചെയ്യും കേട്ടോ. ദെൻ ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും വെച്ചിട്ടായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യുന്നുണ്ടാവുക. ഇത് നിങ്ങളുടെ നമ്മുടെ ആപ്പിന്റെ ബാക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ കോഴ്സ് എടുത്തവരല്ല, നല്ല രീതിയിൽ നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, പഠിക്കുക, പഠിക്കാൻ തയ്യാറാവുക. ഞാൻ പറയുന്ന ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിനകത്തും പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ ഏറ്റെടുക്കുക. ഇനി ഈവൻ അഡ്വോക്ക് ലേണിംഗിനകത്ത് പഠിച്ചില്ലെങ്കിൽ പോലും നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുക. എഫേർട്ടിന് എപ്പോഴും വിലയുണ്ടായിരിക്കും. നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വരെ പഠിക്കുക, കൺസിസ്റ്റന്റ് ആവുക. ഇതിൽ നിന്നും പറഞ്ഞ ചില പോയിന്റുകളുണ്ട്, ആ പോയിന്റുകൾ എടുത്തു വെച്ച് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മുറികളില്, നിങ്ങളുടെ ഈവൻ ബാത്റൂമുകളിൽ പോലും എവിടെയെല്ലാം എഴുതി വെക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക, റിവിഷൻ നടത്തുക, കൺസിസ്റ്റന്റ് ആയി പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, ആ രീതിയിൽ പഠിച്ചു പോകുക. ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അത്തരത്തിലുള്ള എന്തെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റുമോ അതെല്ലാം ചെയ്യുക. എപ്പോഴും നിങ്ങൾ പഠിക്കണം 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 എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഒരു സൈക്കോ പോലെ എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അധ്യായത്വര ജോലി ലഭിക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയങ്ങൾ കീഴടക്കാൻ പറ്റും, യാതൊരു സംശയവും വേണ്ട. സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് എവരിവൺ.